സി പ്രോഗ്രാമിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്നിടത്തേക്ക് എന്ത് ചെയ്യും, ചൂണ്ടിക്കാണിക്കും. ഇതല്ലേ സംഭവം. അതായത് സി പ്രോഗ്രാമിങ്ങിന്റെ ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ലൈബ്രറിനെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഹി നോസ് ദ അഡ്രസ് ഓഫ് ദാറ്റ് ബുക്ക്. ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് റാക്കിലാണ്, റാക്കിൽ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ പറയുന്നു, ഈ പോയിന്റർ എന്ന് പറയുന്നത് ഈ ലൈബ്രറിയെ പോലെയാണ്. അതായത് ലൈബ്രറി നോ ദ അഡ്രസ് ഓഫ് ദാറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ, ബുക്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ. സോ ഡേറ്റയുടെ അഡ്രസ് അറിയാവുന്ന ആളാണ് പോയിന്റർ. ഓക്കെ, ഡേറ്റയുടെ അഡ്രസ് അറിയാവുന്ന ആളാണ് പോയിന്റർ. അപ്പം ലൈബ്രറിന് ബുക്കിന്റെ അഡ്രസ് അറിയാമെങ്കിൽ ആ ബുക്ക് അവിടെ പോയി എടുക്കാനും പറ്റും ലൈബ്രറിയിൽ. എന്ന് പറഞ്ഞ പോലെ ഡേറ്റയുടെ അഡ്രസ് പോയിന്ററിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പോയിന്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇരിക്കുന്ന ഡേറ്റ പോയി എടുത്തിട്ട് വരാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഐഡിയ ബിഹൈൻഡ് പോയിന്റർ. അപ്പം ഇതൊരു ലൈബ്രറി ആണെന്ന് അസ്യൂം ചെയ്യുക. ലൈബ്രറിയിൽ നമുക്ക് ഒരുപാട് റാക്ക് ഉണ്ട്. ഇതിപ്പം ഒരു 2 ഡയമെൻഷണൽ അറേ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഇതിനകത്തൊരു 5x4 മെട്രിക്സ് ആണിത്. സോ ഇതിനകത്ത് പല ഏരിയയിലും പല റാക്കുകളിൽ പല പൊസിഷൻസിൽ ബുക്ക് ഇരിക്കും, പല ഒബ്ജക്ട്സുകൾ കാണും. അപ്പം ഇതിന്റെ അഡ്രസ്, ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് യു ക്യാൻ സീ മൈ പോയിന്റർ. ഇപ്പൊ ഈ ഗ്ലോബ് ഇരിക്കുന്നത് ഇസ് എ ഡേറ്റ. ഓക്കെ, സോ ഈ ഗ്ലോബ് എന്ന് പറയുന്നത് 00 ഒരു 30 നോക്കൂ. അപ്പം 31 A of 31. അപ്പൊ അതിന്റെ അഡ്രസ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പോയി ആ ഗ്ലോബിനെ എടുക്കാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഐഡിയ ബിഹൈൻഡ് പോയിന്റർ. സോ ദ സിമിലർ വേ, അപ്പം ലൈബ്രറിന്റെ കയ്യിൽ എല്ലാ ബുക്കിന്റെയും, ബുക്ക് ഓതേഴ്സിന്റെയും, ഖജേന്ദ്ര നിഖിൽ പൂജ, ഇതൊക്കെ ബുക്ക് ഓതേഴ്സ് ആണ്. ഇവരുടെ അഡ്രസ്, അതായത് ആ ബുക്കുകൾ ഇരിക്കുന്നതിന്റെ അഡ്രസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 101, 102. ഇങ്ങനെയുള്ള അഡ്രസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയി ആ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് കൺസെപ്റ്റ്. ഇത്രയും പറഞ്ഞത് ഇമാജിനേഷൻ പാർട്ട്. സോ ദിസ് ഈസ് ഐഡിയ. അതായത് we have a variable, ആ വേരിയബിൾ ഒരു നോർമൽ വേരിയബിൾ, ലെറ്റ് ഇറ്റ് ബി എ. എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെന്ന് നോക്കാം. സോ എ എന്ന് പറയുന്ന നോർമൽ വേരിയബിളിനകത്ത് അസ്യൂം വി ഹാവ് ദ വാല്യൂ 50, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 50. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 50. ആ എ എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ അഡ്രസ് ആണ് 1001. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, 1001 എന്ന് വിചാരിക്കാം. സോ വി ഹാവ് എ വേരിയബിൾ, ലെറ്റ് ഇറ്റ് ബി എ. എയ്ക്കകത്തുള്ള വാല്യൂ ആണ് 50. ആ എ എന്ന് പറയുന്ന വേരിയബിൾ ഇരിക്കുന്ന ലൊക്കേഷന്റെ അഡ്രസ് ആണ് 1001. ഓക്കെ, സോ ദിസ് ഇസ് എ ഡിക്ലറേഷൻ. സോ എ ഈസ് ഈക്വൽ ടു 50. ഓൺ ദ സെക്കൻഡ് പാർട്ട് നോക്കി, സെക്കൻഡ് പാർട്ടില് വി ഹാവ് എ പോയിന്റർ. അതിന്റെ പേര് ലെറ്റ് ഇറ്റ് ബി PTR. ആ PTRനകത്തുള്ള ആളെ ആരാന്ന് നോക്കി. സോ PTRനകത്ത് 1001, റൈറ്റ്. സോ 1001 എന്ന് പറയുന്നത് എയുടെ അഡ്രസ് 1001. സോ 1001 എന്ന് പറയുന്നത് എയുടെ അഡ്രസ് ആണ്. അപ്പം ഡെഫിനിഷൻ ഇതാണ്, പോയിന്റർ contains the address of another memory location. മറ്റൊരു മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് പോയിന്റർ. സോ ഇതൊരു സാധാ വേരിയബിൾ, ഇതൊരു പോയിന്റർ വേരിയബിൾ. പോയിന്റർ എയ്ക്കകത്ത് ഡേറ്റ ആണെങ്കിൽ ആ വേരിയബിളിന്റെ അഡ്രസ് ആണ് പോയിന്ററിനകത്ത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഒബ്വിയസ്ലി പോയിന്റർ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ആ മെമ്മറി ലൊക്കേഷൻ എന്ത് കാണും, ഒരു അഡ്രസ് കാണും, ദാറ്റ് ഈസ് 2004. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഡേറ്റ വിത്ത് പോയിന്റർ. ഓക്കെ, സോ പോയിന്റർ ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് another മെമ്മറി ലൊക്കേഷൻ. സി, ഇതാണ് ഡെഫിനേഷൻ. പോയിന്റർ ഞാൻ ഇതിനകത്ത് ഒരുപാട് ലെക്ചർ നോട്ട്സ് പോലൊന്നും കയറുന്നില്ല, നമുക്ക് പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ പോയിന്റർ ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് another മെമ്മറി ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 100. എയുടെ വാല്യൂ 100 ആണ്. ഐ എം ക്രിയേറ്റിംഗ് എ പോയിന്റർ ഇൻഡ് സ്റ്റാർ പി. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. ഹാഷ് ഇൻക്ലൂഡ് stdio.h, void main അല്ലെ ഇൻഡ് മെയിൻ, ഗെറ്റ് ch, ഈ ഒരു സ്ട്രക്ചർ ക്ലിയർ ആണല്ലോ. അതിനകത്താണ് പ്രോഗ്രാം എഴുതുന്നതെന്ന് അറിയാം. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്. ലെറ്റ് ഇറ്റ് ബി എ ഈസ് ഈക്വൽ ടു 100 star p. Okay, star p is the pointer we are creating. അപ്പൊ 2-3 കാര്യങ്ങൾ I will conclude. Okay, a is a normal variable with value 100. int star p രണ്ടും int ആണ്. ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, see this is a use. p is equal to ampersand a. So this is the way we are taking the address of a. Address of a എടുക്കാനായിട്ടാണ് we are using the symbol ampersand. See, when we have created the pointer star p, so star എന്ന് പറയുന്നത് it indicates a pointer variable. എ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് പോയിന്റർ അല്ല, സോ ഇറ്റ് ഇസ് നോട്ട് സ്റ്റാർ. സോ ഇവിടെ വി ഹാവ് എ പോയിന്റർ, സോ ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് സ്റ്റാർ. ആൻഡ് വാട്ട് ഇസ് എ ജോബ്? തേർഡ് വൺ, പി ഈസ് ഈക്വൽ ടു ആംപർസാൻഡ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു എയുടെ അഡ്രസ് ഇപ്പൊ അറയിലുണ്ട്, പിയുടെ കയ്യിലുണ്ട്. അതാണല്ലോ പിയുടെ ഡെഫിനേഷൻ. പോയിന്റർ ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് another മെമ്മറി ലൊക്കേഷൻ. അങ്ങനെ ആണെങ്കിൽ സി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അതായത് പോയിന്റർ എന്ന് പറയുന്ന പിക്കകത്ത് എയുടെ അഡ്രസ് ആയ 2653 ഉണ്ട്. ഓക്കെ, സോ ആ പോയിന്ററിന്റെ അഡ്രസ് ആണ് 6743. സോ ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു നിങ്ങൾ. ആൻഡ് കമ്മിങ് ടു ഹിയർ, സോ ദിസ് ഇസ് സിൻടാക്സ് ആക്ച്വലി, അല്ലെ. ഡേറ്റ ഇൻഡ് സ്റ്റാർ പി അതിന്റെ സിൻടാക്സ് ആണ്. ഇൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡേറ്റ ടൈപ്പ്. സ്റ്റാർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റർ നെയിം along with a star. So this is the syntax for creating a pointer. I think you are getting me, right? So I think you are following me. Okay. So this is the definition for pointer.
So pointer means pointer is a variable that stores the address of another variable, and an integer pointer holds the address of an integer pointer. And ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, അതായത് എയുടെ വാല്യൂ 100 ആണ് ആൻഡ് എയുടെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്. അപ്പൊ എയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണല്ലേ പി. സോ പി എന്ന് പറയുന്നത് ഷുഡ് ബി ഗിവൺ ആസ് ഇന്റിജർ. സോ ഈ പോയിന്റിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ വേരിയബിൾ വി ആർ പോയിന്റിങ്. ഏത് വേരിയബിൾ ആണോ പോയിന്റ് ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ആർക്കും വരുന്നത്, ആ പോയിന്റർ വേരിയബിളിനും വരുന്നത്. ഓക്കെ ഫൈൻ. സോ അത് കാര്യം ശ്രദ്ധിക്കുക. സോ പോയിന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ് ടു ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. സാധാരണ ഡേറ്റയുടെ കൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ആക്ച്വൽ ഡേറ്റ അല്ല, അതിനകത്ത് എന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്, മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി അനദർ ഡേറ്റ. അതായത് നമുക്ക് അതിന്റെ അഡ്രസ് മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും അതിനകത്ത്. സോ ദിസ് വിൽ ബി ദി സിന്റാക്സ് ലൈക്ക് ദിസ്. അതായത് ഇന്റ് സ്റ്റാർ പി ടി ആർ, ഇന്റ് സ്റ്റാർ പി ടി ആർ വി ഹാവ് സീൻ അല്ലെ. ഇനി ഒരു കൺസെപ്റ്റ് സൈസ് ഓഫ് പോയിന്റർ. സൈസ് ഓഫ് പോയിന്റർ മീൻസ് സി ഇന്റ് സ്റ്റാർ പി ടി ആർ, ക്യാർ സ്റ്റാർ പി ടി ആർ. സോ വി ഹാവ് ഡിഫറൻസ് റൈറ്റ്. സോ ഇന്റ് സ്റ്റാർ പി ടി ആർ എന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി ഇന്റ് സ്റ്റാർ പി ടി ആർ എന്ന് വെച്ചാൽ എന്താണ്, ഇന്റ് സ്റ്റാർ പി ടി ആർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ ഇന്റിജർ പോയിന്റർ പോയിന്റ്സ് ടു ഇന്റിജർ വാല്യൂ. സോ സിമിലർലി വി ക്യാൻ ക്രിയേറ്റ് ക്യാർ സ്റ്റാർ പി ടി ആർ, അതേപോലെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഫ്ലോട്ട് സ്റ്റാർ പി ടി ആർ. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് ടു ദ പർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെ. ഇനി സൈസ് ഓഫ് പോയിന്ററിനെ പറ്റി എക്സാക്ട്ലി ഞാനൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ നോർമലി പറയും ഇപ്പൊ ഇന്റ് സ്റ്റാർ പി ടി ആർ എന്ന് വെച്ചാൽ എയ്ക്കകത്തേക്കാണ് പോയിന്റ്, ഇപ്പം എയ്ക്കകത്തേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പൊ എയുടെ ഇന്റിജർ സൈസ് 2 ബൈറ്റ് ആണെന്ന് നോക്കാം. അപ്പൊ പോയിന്റിന്റെ സൈസ് 2 ബൈറ്റ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ നോർമലി പോയിന്റിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ 32 ബിറ്റ് ഹാർഡ്വെയർ ആർക്കിടെക്ചർ ഹാർഡ്വെയർ ഉണ്ട്, 64 ബിറ്റ് ആർക്കിടെക്ചർ ഹാർഡ്വെയർ ഉണ്ട്. ഒരു 32 ബിറ്റ് ആർക്കിടെക്ചറിലുള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മുടെ പോയിന്റിന്റെ സൈസ് നോർമലി 32 ബിറ്റ്സ് ആയിരിക്കും. ഒരു 64 ബിറ്റ് ആണെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി 8 ബൈറ്റ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കും സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദി ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. അങ്ങനെ ആയിരിക്കും പോയിന്ററിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ സോ ലെറ്റ്സ് സീ ഒരു പ്രോഗ്രാമിലേക്ക് ഐ വിൽ ഡയറക്ട്ലി മൂവ് ടു. സോ directed I think I can show you a program, and you are seeing my screen, right? So you can see my screen. Rajesh sir, you can see my screen? Yes sir, yes sir, we can. Okay. Is it okay sir, so far okay alle കാണുന്നുണ്ടല്ലോ? Okay alle? Yes sir, okay ആണ്, clear ആണ് sir. Okay, so I will show you an example. I think the screen is visible to you. Let it okay. ഇതൊരു ഓൺലൈൻ കമ്പൈലർ ആണ്. എനിവേ ഹാഷ് ഇൻക്ലൂഡ് stdio.h into main of return. So I think ഈ തിയറി ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ? സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ഐ എം not repeating that. So I will show how to create a pointer. Okay, let's see. int a is equal to 5. Let it be like this. So int a is equal to 5. ഇതാണ് നോർമൽ വേരിയബിൾ ലൊക്കേഷൻ. സോ ഇതിനകത്ത് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? We can create a pointer. So int star ptr. So we have created a variable and we have created a pointer. So what is the role of pointer? Pointer എന്ത് ചെയ്യാൻ പറ്റും? എയുടെ അഡ്രസ് ഹോൾഡ് ചെയ്യണം അല്ലെ. സോ ptr is equal to ampersand a. അപ്പം ptr-നകത്ത് ഇപ്പൊ എയുടെ അഡ്രസ് ഉണ്ട്. സോ ptr is equal to a, അതായത് എയുടെ അഡ്രസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു ലൈബ്രറിന്റെ കയ്യില് ബുക്കിന്റെ അഡ്രസ് ഉള്ളതുപോലെ തന്നെ റാക്കിന്റെ അഡ്രസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ലൈബ്രറിനെ വെച്ചിട്ട് ആ ബുക്ക് എടുക്കാൻ പറ്റും, ഡേറ്റ എടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ എയുടെ അഡ്രസ് ptr-ന്റെ ഉണ്ടെങ്കിൽ ആ ptr വെച്ചിട്ട് നമ്മുടെ എയുടെ കണ്ടന്റിനെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ptr-നകത്ത് എയുടെ അഡ്രസ് ഉണ്ട്. അപ്പൊ ptr വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയ്ക്കകത്തിരിക്കുന്ന വാല്യൂ ആയ 5-നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ലെറ്റ് ഇറ്റ് ബി printf. Okay, printf നിങ്ങൾക്ക് അറിയാം അല്ലെ, %d. We are going to print an integer data. അപ്പൊ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ptr-നകത്ത് എയുടെ അഡ്രസ് ഉണ്ടെങ്കിൽ if I am printing star ptr, ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദിസ് ഇസ് എ ലൈൻ ഇമ്പോർട്ടന്റ് തിങ്. സോ ഈ 2 ലൈൻസ് ആണ് ക്ലിയർ ആവേണ്ടത്. സോ ptr-നകത്ത് എയുടെ അഡ്രസ് ഉണ്ട്, സ്റ്റാർ ptr പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ സോ എന്താ ചെയ്യുന്നത്? ptr-നകത്ത് ആറ് അഡ്രസ് ആണെന്ന് നോക്കിയിട്ട് എയുടെ അഡ്രസ് അല്ലേ. സോ എയ്ക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 5 ആണ്. സോ ലെറ്റ് സി ഇത് 5 പ്രിന്റ് ചെയ്ത് നോക്കാം. 5 പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്ത് പ്രിന്റ് ചെയ്തു? ഇറ്റ് പ്രിന്റ് the output is 5 അല്ലേ. Output is 5. I think you can see my output also. Okay, screen കാണാൻ തോന്നുന്നു. Okay, so you can see my screen. So output is equal to 5. Is it okay, Rajesh sir? Screen okay ആണോ? Result output clear ആണോ? 5. Yes sir, clear ആയിട്ട് കാണാൻ. Okay, ശരി. ഓക്കെ, സോ ഇത് പോയിന്റർ ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ പോയിന്ററിനകത്ത് എയുടെ അഡ്രസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടു പ്രിന്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് ptr, അതായത് ptr-നകത്തുള്ള അഡ്രസ് എയുടേതാണെങ്കിൽ സ്റ്റാർ ptr വെച്ചിട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ. സോ സിമിലർലി ഇപ്പം ഇത് സെയിം ആക്ഷൻ ആണ്, അതായത് printf
%d നിങ്ങൾ എന്ത് എയുടെ വാല്യൂ ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അതെന്ത് ഇറ്റ് വിൽ പ്രിന്റ് എ. അപ്പം എ പ്രിന്റ് ചെയ്യുന്നതും സ്റ്റാർ ptr പ്രിന്റ് ചെയ്യുന്നതും സിമിലർ ആണ്. അതായത് എ പ്രിന്റ് ചെയ്യുന്നതും സ്റ്റാർ ptr എന്ന് പറയുന്നതും വിൽ ബി ദാറ്റ് ഓഫ് സെയിം. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, സോ ലെറ്റ് സി വി ക്യാൻ പ്രിന്റ് ബോത്ത് സ്റ്റാർ ptr ആൻഡ് 5. അപ്പൊ രണ്ടും എന്ത് കിട്ടണം? രണ്ടും 5 കിട്ടണം അല്ലേ? സോ ലെറ്റ് സി. So 1 second. So I think somewhere. Okay, 1 second. Yeah, so I have not declared A. So let's see printf. Okay, sorry. Python use ചെയ്ത് print ആയി പോയതാണ്. Sorry, so printf. So we have 2 5 അല്ലേ? So star ptr and I. So this is the first takeaway. So for printing the value, we can use the star ptr. Star ptr print ചെയ്യാൻ പറഞ്ഞാൽ ptr-നകത്ത് ആരുടെ അഡ്രസ് ആണോ ആ അഡ്രസ്സിനകത്തിരിക്കുന്ന ഡേറ്റ ptr-നകത്ത് ഏത് അഡ്രസ് ആണ് എയ്ക്കകത്ത് ഡേറ്റ. So this is the first takeaway. I think you are following me, right? So this is the first takeaway today. Okay, and second concept I am like to move on. Second one, ഇപ്പം നമുക്കൊരു ഫ്ലോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? Like that float a is equal to 3.3. Similarly we can create a float pointer, like so float star ptr. So float star ptr, then we will get the ptr is equal to ampersand a. Similarly നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. Okay, so in between ഞാൻ പറഞ്ഞേ ഉള്ളൂ. Okay, is it clear? I think so. I will move to the next topic. We have to cover much more topics now. Okay, so call by value, call by reference I will see later. So then I will move to this concept. This is an important concept. So chain of pointers. ഇത് പല ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനും ചോദിക്കുന്ന ഒരു സാധനമാണ് chain of pointers. Okay, let's see. I will show you a brief. എന്നിട്ട് നമുക്ക് പ്രോഗ്രാമിംഗിലേക്ക് പോകാം. Okay, fine. So നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാം പാർട്ട് നോക്കണ്ട, റൈറ്റ് സൈഡിൽ ഈ 3 ബോക്സുകൾ മാത്രം നോക്കിയാൽ. ഓക്കെ, സി ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഫസ്റ്റ് വൺ, ദർ ഇസ് എ വേരിയബിൾ കാൾഡ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വി ഹാവ് ദ വാല്യൂ 100. സോ ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാം എക്സ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, യു ക്യാൻ സി എക്സ് ഈസ് ഈക്വൽ ടു 100, right? So x is equal to 100. So this part is clear. X is equal to 100. And second one, see P1 is equal to ampersand x. Okay, so P1 is ampersand x. So P1 is equal to ampersand x എന്ന് വെച്ചാൽ എന്താ? P1 is a pointer. The മുകളിൽ നോക്കി കാണാം star P1 is a pointer that points to the address of x. X-നകത്ത് P1 x-ന്റെ അഡ്രസ് ആരെയിലുണ്ട്? P1-ന്റെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. സോ P1-നകത്ത് എന്താ ഉള്ളത്? 1002 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ അഡ്രസ് ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ആൾസോ ക്ലിയർ. ആൻഡ് സോ അടുത്തതിനകത്ത് P2 ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് P1. P2 ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് P1 എന്ന് വെച്ചാൽ P2-നകത്ത് ആറ് അഡ്രസ് ഉണ്ട്? P1-ന്റെ. സോ നോക്കി കഴിഞ്ഞാൽ കാണാം P2-നകത്ത് ആറ് അഡ്രസ് ഉണ്ട്. എന്തുണ്ട്? P1-ന്റെ അഡ്രസ്സായി 2002 ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ദിസ് ഈസ് ഈ 3 ലൈനാണ് ഈ കാണിച്ചേക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 100, P1-നകത്ത് എക്സിന്റെ അഡ്രസ്, P2-നകത്ത് P1-ന്റെ അഡ്രസ്. അപ്പൊ ഒരു കാര്യം, ഈ P1 എന്ന് പറയുന്നത് പോയിന്റർ ആണ് അല്ലേ? സിമിലർലി വി ഹാവ് അനദർ പോയിന്റർ P2. ഇപ്പൊ സ്റ്റാർ P2 എന്ന് തന്നെ മനസ്സിൽ വെച്ചോ. അപ്പം സ്റ്റാർ P2. ഓക്കെ, സോ P1 എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ട്, P2 എന്ന് പറയുന്ന പോയിന്റർ ഉണ്ട്. പക്ഷെ P2 എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. P1 എക്സിലേക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്ന് പറയുന്ന പോയിന്ററിന്റെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ P1 ഡേറ്റയിലേക്ക് പോയിന്റ് ചെയ്യുന്നു, P2 എന്ന് പറയുന്നത് മറ്റൊരു പോയിന്ററിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ആരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതായത് വോയിഡ് മെയിൻ കൊടുക്കുമ്പോൾ ഇഫ് നീഡ് ഇൻറ്റു മെയിൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? വോയിഡ് മെയിൻ എന്ന് പറഞ്ഞാൽ റിട്ടേണിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇൻറ്റു മെയിൻ കൊടുക്കുന്ന സമയത്ത് ഓക്കെ. സോ ലെറ്റ് മൂവ് ടു ദി പ്രോഗ്രാമിംഗ് പാർട്ട്. ലെറ്റ് സി int a is equal to 5. int a is equal to 5. The first pointer int star ptr. Let it be 1 star ptr1. Okay, so ptr1 is equal to ampersand a. Okay, I think it's clear, right? So ptr1 is equal to ampersand a. Let's see, we will see the output. So one by one printf. Okay, so printf percentage d star ptr1. So star ptr1 എന്ന് പറയുന്ന സമയത്ത് what it will print? എന്ത് പ്രിന്റ് ചെയ്യണം? ptr-നകത്തുള്ള അഡ്രസ്, അതായത് a-ക്കകത്ത വാല്യൂ. So a-ക്കകത്ത വാല്യൂ let it be 5. Okay, so next to the next topic, next one, printf. Let it be I will move to creating one more pointer, that is star ptr2. Okay, star ptr2 ന്റെ ജോബ് എന്താ? ptr2 is equal to ampersand ptr
1. അതായത് PTR1ലേക്ക് പോയിന്റ് ചെയ്യുന്ന ജോലി ആര് ഏറ്റെടുത്തു? PTR2 ഏറ്റെടുത്തു. അപ്പം സി നമുക്ക് വേണ്ടത് സി P2ൽ നിന്ന് P1ലേക്ക് എത്തി P1ൽ നിന്ന് Xലേക്ക് എത്തണം. So that is a transition actually the chain of point discuss. So here I am making a small change. Printf percentage D. See, let's I'm giving star PTR2. Okay, so star PTR2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥത്തിൽ? Star PTR2 എന്ന് പറഞ്ഞാൽ PTR2നകത്ത് ആറ് അഡ്രസ് ആണ്, ആ അഡ്രസ്സിലെ ഡാറ്റ. Here PTR2നകത്ത് ആറ് അഡ്രസ് ആണ്, P1ന്റെ അഡ്രസ് ആണ്. അപ്പം അതിനകത്തെ PTR2നകത്ത് എന്താ അഡ്രസ്സാണ് ഉള്ളത്? 2002. അപ്പൊ അതിനകത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, അതായത് 1002 പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ട അതല്ല, നമുക്ക് വേണ്ടത് നമുക്ക് ഈ എക്സലിന്റെ ഡേറ്റയാണ് ആക്സസ് ചെയ്യേണ്ടത്, അതായത് 100 ആണ്. സോ വി ആർ ഗിവിംഗ് സ്റ്റാർ PTR2. ഓക്കെ, സ്റ്റാർ PTR2 എന്താ ഡിഫറൻസ് എന്താ? അതായത് PTR2നകത്ത് ആറ് അഡ്രസ് ആണോ അതാണിത്, ആ അഡ്രസ്സിനകത്തെ ഡേറ്റ. ഓക്കെ, സോ 2 സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് വി വിൽ കംസ് ടു ഹിയർ അല്ലെ. P2നകത്ത് ഏത് അഡ്രസ് ആണ്? 2002. 2002നകത്തെ ഡേറ്റ 1002. ഇനി ആ 1002ലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എക്സിലെ ഡേറ്റ. സോ 100. സോ 2 സ്റ്റാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി വിൽ കംസ് ഹിയർ അല്ലെ. സോ ദിസ് ഈസ് എ ഡെഫിനിഷൻ. ലെറ്റ് സി. അപ്പൊ നമുക്ക് PTR2ൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 കിട്ടുന്നോ നോക്കാം. ലെറ്റ് സി. So 1 second, some error. 1 second. Okay, main thing. So here, sir, we are giving 2 star, right? So here also we are giving 2 star. So let's see the output. See, we are getting 5 കിട്ടിയില്ലേ? So this is the way we can execute chain of pointer. So നമുക്ക് സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR1നകത്ത് ആറ് അഡ്രസ് ആണോ ആ അഡ്രസ്സിലെ ഡേറ്റ. സ്റ്റാർ PTR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR2നകത്ത് അഡ്രസ് ആരുടെയാണോ അതിനകത്ത് ഇരിക്കുന്ന ഡേറ്റ. സോ 2 time access we are giving and finally we are reaching to the pointer A. I think is it clear? I think ഇത് okay ആണെന്ന് തോന്നുന്നു. I will clear in the doubt session. Okay, so this is a way chain of pointers can be do. And another thing, if you want to print some address, ഇതിന്റെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെ. ഇപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണം, ഇപ്പൊ ഏത് അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ you can give. Okay, so there is a percentage D എന്ന് പറഞ്ഞാൽ ഇത് ഡേറ്റയാണ് അല്ലെ. സോ അതിന് പകരം if you are printing an അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ you can give the symbol ampersand. ഇപ്പം ഏഡ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. So add address, it will print add address. Suppose I am printing another one, printf. Okay, printf, let it be any something, and I am giving PTR1. Okay, PTR1. So PTR1 എന്ന് പറഞ്ഞാൽ നേരത്തെ സ്റ്റാർ PTR1 അല്ലേ കൊടുത്തത്, ഇവിടെ ഞാൻ വെറും PTR1 ആണ്. അപ്പൊ വെറും PTR1 എന്ന് വെച്ചാൽ PTR1നകത്ത് എന്താ ഉള്ളത്? 1002 എന്ന് പറഞ്ഞാൽ എക്സിന്റെ അഡ്രസ് ആണ്. സോ PTR1 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 1002 പ്രിന്റ് ചെയ്യും. സോ അപ്പൊ അതൊരു അഡ്രസ് ആണ്. സോ PTR1 പ്രിന്റ് ചെയ്യുന്നിടത്ത് വി ഷുഡ് ഗീവ് എന്താ? P1 അല്ലെ, P1. ഓക്കെ, സോ ദിസ് ഈസ് എ വേ ആൾസോ വി ക്യാൻ പ്രിന്റ് ദ അഡ്രസ്. സോറി, വി ക്യാൻ ഗീവ് P. ഓക്കെ, സിമിലർലി if I want to print PTR2 also, ഇവിടെ ഒന്നും നമ്മൾ സ്റ്റാർ ഉപയോഗിക്കുന്നില്ല. PTR2 എന്ന് പറഞ്ഞാൽ എന്താ? PTR2നകത്തെ കണ്ടന്റ് പ്രിന്റ് ചെയ്യാനാണ്. സോ PTR2നകത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2002 ആണ്. 2002 എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അഡ്രസ്, അതായത് P1ന്റെ അഡ്രസ് ആണ്. സോ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ അഡ്രസ് ആയിരിക്കും. സോ അഡ്രസ് ആയതുകൊണ്ട് തന്നെ PTR1 പ്രിന്റ് ചെയ്യുന്നതും PTR2 പ്രിന്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാം? percentage ampersand P ഉപയോഗിക്കാം. ഓക്കെ, സോ സ്റ്റാർ ഡീൽസ് വിത്ത് ദ ഡേറ്റ, സ്റ്റാർ ഡീറ്റെയിൽസ് വിത്ത് ദ ഡേറ്റ. സോ സ്റ്റാർ ഡീറ്റെയിൽസ് നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ചെയിൻ ഓഫ് പോയിന്റർ വർക്ക് ചെയ്യും. I think this program is clear. Okay, so some questions are getting to me private. Anyway, I will answer in Q&A. Okay, I think the chain of pointers okay anando. So this is a way chain of pointers working. Okay, so I will move to another topic also, null pointer kuda paranjittu Q&A edukka Rajesh sir. Okay, so this is the idea of pointer, and I will conclude call by value, call by reference. എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാമിലേക്ക് പോകാത്തത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം ഒന്ന് പറയാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് നിങ്ങൾ ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ സത്യത്തിൽ പോയിന്ററിന് ശേഷമാണ് ഇത് പഠിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരിക്കൽ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് നോർമലി ഒരു ഫംഗ്ഷന് വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഫംഗ്ഷൻ ഒരു സമയത്ത് നമ്മൾ ഒരു വാല്യൂ, എവരി ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ എന്നാണ് അല്ലെ.
അപ്പം ഒരു ഫംഗ്ഷന്റെ പുറത്തേക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂവിനെ എങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം എനിക്ക് കിട്ടി. അപ്പം ദിസ് ഈസ് ആൻസർ. അതായത് നമുക്ക് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് വഴി ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ here, so it will have the variables x and y. The value of a will comes here, right? So the value of b will comes here, right? So what is the value of x and y? So we will get 10 and 20. 10 and 20 we are getting. Okay, so here we are having a and here we are having b. So here x and we are having y. Okay, so a b എന്ന് പറയുന്ന ആക്ച്വൽ പാരാമീറ്റർ ആണെന്നും എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഫോർമൽ പാരാമീറ്റർ ആണെന്നും നിങ്ങൾക്ക് അറിയാം. ഇത് കോൾ ബൈ വാല്യൂ ആയതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് എയുടെ കോപ്പിയാണ്, വൈ എന്ന് പറയുന്നത് ബിയുടെ കോപ്പിയാണ്. അപ്പം എ ഇനിഷ്യലി 10, ബി ഇനിഷ്യലി 20. സോ എക്സിനകത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ, വൈക്കകത്ത് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി. ഓക്കെ, സോ 10, 20 ഇവിടെ കിട്ടി. ആൻഡ് ഇതാണ് സ്വാപ്പിങ്ങിന്റെ പ്രോഗ്രാം. സോ ഇതിനകത്ത് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി സ്വാപ്ഡ്. അതായത് എക്സും വൈയും എന്ത് ചെയ്യും, സ്വാപ്പ് ആവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ 10, 20 എന്നുള്ള മാറി എന്താവും, 20, 10 എന്നുള്ളതാവും. ഓക്കെ, സോ 10, 20 മാറി 20, 10 ആയി. ഓക്കെ, സോ എക്സും വൈയും പ്രിന്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എന്താ, 20 and 10. ഓക്കെ, സോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 20 and 10. സോ ഈ ഡെഫിനിഷൻ പാർട്ട് കഴിഞ്ഞു. ഡെഫിനിഷൻ പാർട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എവിടെ വരും, തിരിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ മുകൾ ഭാഗത്തേക്ക് വരും. അപ്പം അവിടെ പ്രിന്റ് എ കോമ ബി ആണ്. സോ എ കോമ ബി എന്ന് പറയുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് 10 and 20. അപ്പൊ എന്താ മീനിങ്, എക്സും വൈയും 10, 20 എയുടെയും ബിയുടെയും കോപ്പിയാണ്. ഓക്കെ, എയുടെയും ബിയുടെയും കോപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എയിലും ബിയിലുള്ള ചേഞ്ചസ് എവിടെ റിഫ്ലക്ട്, എക്സിലും വൈയിലുള്ള ചേഞ്ചസ് എവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല, എയിലും ബിയിലും റിഫ്ലക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ ടോപ്പിക് സത്യത്തിൽ ഒരു 1 hour എടുക്കേണ്ടതാണ്. സോ ഐ വിൽ കൺക്ലൂഡ്. സോ ദിസ് ഈസ് കോൾ ബൈ വാല്യൂ. സോ ഇതാണ് കോൾ ബൈ വാല്യൂ. ബട്ട് കമ്മിങ് ടു ഹിയർ, excuse me sir, 1 second sir. Students, please not if you have any doubts, please ask in the Q&A box. It's next to the chat box. You can see a Q&A box. Please ask the questions in the Q&A box only, so that we can convey it to the faculty. If it is posted in chat, we cannot sort it out. That's why please ask the questions in Q&A box only. Okay, thank you sir, thank you. Please continue. Okay. So this is call by value. I think you are all already familiar, okay, by your classrooms. Okay, so call by reference means here we have a, here we have a and b. Okay, and a is equal to 10 and b is equal to 20, right? So a is equal to 10 and b is equal to 20. But next step, swap of function code. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പാസ് ചെയ്യുന്നത് എയുടെയും ബിയുടെ അഡ്രസ് ആണ്, അല്ലെ? എയുടെയും ബിയുടെ അഡ്രസ് ആണ്. ആൻഡ് here it will come, swap off എന്ന് വിളിക്കുന്ന സമയത്ത് it will comes to the definition. And here we have x and here we have y. See, നോക്കി ഇവിടെ here x and y are the copy of a and b, അല്ലെ? അങ്ങനെയാണ്. ഇവിടെ അങ്ങനല്ല. x is a pointer now, y is a pointer now, അല്ലെ? അപ്പം a ഇവിടെ പാസ് ചെയ്യുന്ന അഡ്രസ് ആണ്. So the address of a will comes to here, the address of b will comes to here. Okay, so that's the difference. അപ്പം x എന്ന് പറയുന്നത് pointing to a itself, y എന്ന് പറയുന്നത് is a pointer pointing to b. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച പോയിന്ററിന്റെ കൺസെപ്റ്റ് അതാണ്, അല്ലേ? സോ x എന്ന് പറയുന്ന എയുടെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ്, y എന്ന് പറയുന്നത് ബിയുടെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ്. സോ ഇത് പോയിന്റ് ചെയ്യുന്നത് എയിലേക്ക് തന്നെയാണ്, ഇത് പോയിന്റ് ചെയ്യുന്നത് ബിയിലേക്ക് തന്നെയാണ്. So now we can say x is equal to 10, y is equal to 20. Is it clear? I think it's clear. And here then x and y we are getting 10 and 20, അല്ലേ? Then we are swapping. So swap ചെയ്യുന്ന സമയത്ത് see we are swapping the value of x and y. So 10 and 20 മാറി എന്താവും, x and y. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എക്സും എ എന്ന് പറഞ്ഞാൽ എയിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരാളാണ്, y എന്ന് പറഞ്ഞാൽ ബിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആളാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് മെമ്മറി വാല്യൂസിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ that is actually എന്തിനാ മാറുന്നത്, 10, 20 മാറി ഇവിടെ എന്താവും, 20, 10 ആവും. സോ എനി ചേഞ്ചസ് ഇൻ എക്സ് ആൻഡ് വൈ വിൽ റിഫ്ലക്ട് ഇൻ എ ആൻഡ് ബി. അപ്പം എക്സും വൈയും മാറ്റിയപ്പോൾ എന്ത് കിട്ടും, എയും ബിയും മാറും, അല്ലെ? സോ ദിസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ. അതായത് എയുടെയും എക്സിന്റെയും വൈയുടെയും ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യത്തില്ല എയിലും ബിയിലും, എക്സിന്റെയും വൈയുടെയും ചേഞ്ചസ് ഇവിടെ റിഫ്ലക്ട് ചെയ്യും എയിലും ബിയിലും,
റിഫറൻസ് എന്ന് വെച്ചാൽ എക്സും വൈയും എയുടെയും ബിയുടെയും കോപ്പിയാണ്. ഇവിടെ എക്സും വൈയും എയുടെയും ബിയുടെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ any changes in x and y will reflect in a and b അല്ലേ. സോ ദിസ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഞാനത് ആഡ് ഓൺ ആയിട്ട് പറഞ്ഞു വെച്ചാൽ സി ദിസ് കോൾ ബൈ റെഫറൻസ് is implemented using pointer അല്ലേ. സോ പോയിന്റർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ വേ വി ക്യാൻ ബി യൂസിങ് ദ പോയിന്റർ ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, സോ ഇത് ഞാൻ ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ലെറ്റ്സ് കൺക്ലൂഡിംഗ് ദ ബേസിക്സ് ഓഫ് പോയിന്റർ. അതായത് പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറേസും ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അടുത്ത സെമ്മിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ, റിയൽ വേൾഡ് എക്സാമ്പിൾ പറഞ്ഞാൽ ട്രെയിൻ, നമ്മൾ ഒന്നാമത്തെ എഞ്ചിന്റെ പുറകിൽ ഒന്നാമത്തെ ബോഗി, ബോഗിയുടെ പുറകിൽ രണ്ടാമത്തെ ബോഗി, ഇങ്ങനെ ഒരു 10 ബോഗി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതേപോലെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ ബോഗിയിലേക്ക് എഞ്ചിനിലേക്ക് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ബോഗി എന്ന് പറഞ്ഞാൽ വി ആർ കണക്ട് യൂസിങ് എ പോയിന്റർ. അടുത്ത ആ ബോഗിയിലേക്ക് രണ്ടാമത്തെ ബോഗി കണക്ട് ചെയ്തേക്കുന്ന വെച്ചാൽ ഇറ്റ്സ് യൂസിങ് എ പോയിന്റർ. ഇങ്ങനെ പോയിന്ററുകളുടെ കണക്ഷനാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോയിന്റേഴ്സ് ഇസ് ബെറ്റർ. ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തൊട്ട് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വാല്യൂസ് എക്സും വൈയും 20, 10 ആയപ്പോഴത്തേക്ക് അത് പുറത്തേക്ക് എവിടേക്ക് വന്നു, എയിലും ബിയിലും വന്നു. അപ്പൊ അതേപോലെ നമുക്ക് ഒരു ഫംഗ്ഷനിൽ നിന്ന് മൾട്ടിപ്പിൾ വാല്യൂസ് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ പോയിന്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ്. ഇപ്പൊ ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ് ഒരു എക്സാമ്പിളിലൂടെയാണ് പറയേണ്ടതെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റാറ്റിക് മെമ്മറി മാനേജ്മെന്റ്, ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ അറയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാല് ഇപ്പൊ നമ്മൾ ഇൻഡ് എ ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 5. ഇപ്പൊ എനിക്ക് വേണ്ടത് 10 വാല്യൂസ് ആണ്. അപ്പൊ ഞാൻ എന്ത് കൊടുക്കണം? ഇൻഡ് എ ഓഫ് 10. പക്ഷെ എനിക്ക് ഒരുപാട് വാല്യൂസ് വരുമെന്ന് കരുതി ഞാനിപ്പോ ഇൻഡ് എ ഓഫ് 1000 കൊടുത്തു എന്ന് വെച്ചു. പക്ഷെ ഞാൻ ആകെ 500 എണ്ണം ഉപയോഗിക്കുന്നത്. അപ്പൊ ബാക്കി 500 എണ്ണം എന്താവും? വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. സോ അതുകൊണ്ട് അറയുടെ വാല്യൂ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അറേ ലോസ് ആവും, മെമ്മറി ലോസ് ആവും. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ചില ട്രെയിനുകൾ പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ പോകും, രാമേശ്വരത്തേക്ക് ഒരു ട്രെയിൻ പോകുന്നു. ഈ ട്രെയിൻ നമ്മൾ കൊച്ചി വരെ പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ച് കമ്പാർട്ട്മെന്റും കൂടെ കൊച്ചിയിൽ ചെല്ലുമ്പോൾ ആഡ് ചെയ്തിട്ടായിരിക്കും രാമേശ്വരത്തേക്ക് പോകുന്നത്. കാരണം കൊച്ചി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ട്രാഫിക്, ആൾക്കാരുടെ തിരക്ക് കൂടും. അതേപോലെയാണ് ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ്. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് പോകുന്ന സമയത്ത് വി ക്യാൻ ആഡ് സം മെമ്മറി. അപ്പം അതാണ് ഡൈനാമിക് മെമ്മറി. അപ്പൊ അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെമ്മറി. നമുക്കത് പോയിന്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ്. ഓക്കെ, സോ ഇത് ചെയ്യാനൊക്കെ പോയിന്റർ നമ്മളെ സഹായിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ, സ്റ്റാക്ക് ഒക്കെ നമുക്ക് പോയിന്റർ വെച്ച് ഉപയോഗിക്കാം. ഐ തിങ്ക് ദീസ് ആർ ഓൾ ദി അഡ്വാൻറ്റേജസ് ആൻഡ് uses we can where pointer can be used. Okay, so this is the idea behind pointer. And ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്വാപ്പ് ചെയ്യുന്നത് we are just giving an example. Okay, so null pointer കൂടെ പറഞ്ഞിട്ട് we will take some Q&A. Okay, so I think it's clear. So far I think it's clear. So this is a thing we have discussed. Okay, using pointer use pointer address ne hold ചെയ്യുന്നു, pointer address ne hold ചെയ്താൽ star ptr വെച്ചിട്ടാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നു. Okay, so these are all the things we have discussed. Just an example, call by value, call by reference or example വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. So these are all the applications or uses of pointer. And then we have seen chain of pointer. So star ptr എന്ന് വെച്ചിട്ട് we are and when next we are moving to the null pointer. I think so far you are clear. Okay, so questions I will take in Q&A. Okay, then I will see null pointer. Okay, see null pointer means sir, excuse me sir, അപ്പൊ null pointer കഴിഞ്ഞിട്ടാണോ Q&A എടുക്കുന്നത്? അതെ സർ, null pointer ഇപ്പോ തീരും. Okay sir, thank you. See, ഒരു null pointer example I will show you. Okay, see, int a is equal to 5. Okay, so int star ptr we are declaring, and we can say that this ptr is equal to ampersand a, right? So ptr ആരെ പോയിന്റ് ചെയ്യുന്നുണ്ട്? എയുടെ അഡ്രസ് പോയിന്റ് ചെയ്യുന്നുണ്ട്. But in some cases, see, ഇങ്ങനൊരു ഡിക്ലറേഷൻ ആണെന്ന് വയ്ക്കുക, int star ptr. See, suppose I am printing printf, percentage d. Okay, so ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഡാറ്റ കിട്ടണമെന്നാണല്ലോ നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, സോ സ്റ്റാർ ptr, ഐ എം പ്രിന്റിംഗ് സ്റ്റാർ ptr. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഡാറ്റയിലേക്കൊന്നും പോയിന്റ് ചെയ്തിട്ടില്ല അല്ലെ. സോ ലെറ്റ് സീ ദ ഔട്ട്പുട്ട്, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. So it will produce some error, that is segmentation fault. അതായത് അത് ptr എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, മറ്റൊരിടത്തേക്കും പോയിന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ star ptr എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. So it will show some error. So this is a situation that is null pointer can be used.
അതായത് പോയിന്റർ എങ്ങും വേറൊരു ലൊക്കേഷനിലേക്ക് ആക്സസ് ചെയ്തിട്ടില്ല, പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ that is a concept of null pointer. Okay, see how we can resolve like this. See, ഇപ്പൊ ഞാൻ സ്റ്റാർ PTR കൊടുത്തു, എനിക്ക് ഡേറ്റ പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. സോ ലെറ്റ് സി, ഇപ്പൊ എനിക്ക് PTR കൊടുക്കണം. PTR എന്ന് പറഞ്ഞാൽ എന്താ, അഡ്രസ് ആണെന്ന് വെച്ചു. ഒരു സി ഞാനിപ്പോ സ്റ്റാർ %p കൊടുത്തു. സി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തില്ല, ഇറ്റ് വിൽ ഷോ സം എറർ. എനിവേ PTR ഒന്നിലേക്കും പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് വിൽ ഷോ സം എറർ. ആൻഡ് നൗ ഹിയർ ദ റെലവൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് നൾ പോയിന്റർ, അതായത് സി ഹിയർ സ്റ്റാർ PTR എങ്ങോട്ടേക്കും പോയിന്റ് ചെയ്തിട്ടില്ല, എങ്ങും പോയിന്റ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ ട്രൈ ലൈക്ക് ദിസ്, അതായത് വി ക്യാൻ ട്രൈ ലൈക്ക് ദിസ്. സോ ഹിയർ see this is a program int star PTR is equal to null. We can assign a null pointer. See ഒരു null pointer പോലെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഇഫ് PTR is equal to null അല്ലെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അത് പ്രിന്റ് ചെയ്യാം. ബട്ട് ആക്ച്വലി ഞാൻ എന്തെന്ന് കൊടുത്തു, PTR is equal to null ആണ്. ഓക്കെ, PTR is equal to null എന്ന് അസൈൻ ചെയ്തു. അപ്പം എന്തെന്ന് പ്രിന്റ് ചെയ്യും, ഇറ്റ് വിൽ ഷോസ് ആൻ ഇൻവാലിഡ് ഫിൽട്ടർ. അതായത് ഇതാണ് സമ്മറി, ഇതാണ്. സോ ദിസ് ഈസ് ദ സിന്റാക്സ് ഓഫ് എ null pointer. ദിസ് ഈസ് ദ സിന്റാക്സ് ഓഫ് എ null pointer. സോ ഇതാണ് നൾ പോയിന്ററിലേക്ക്. അപ്പം സ്റ്റാർ PTR is equal to 0 എന്ന് പറയുന്നത് വേറെയാണ്, സ്റ്റാർ PTR is equal to null എന്ന് പറയുന്നത് വേറെയാണ്. സ്റ്റാർ PTR is equal to null എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നൾ പോയിന്റർ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ there have some applications. അതായത് നൾ പോയിന്റർ is a pointer which is point to nothing, ഒന്നിലേക്കും പോയിന്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, നൾ പോയിന്റർ ഉപയോഗിക്കാം. ഇനി ഇപ്പൊ ആദ്യം പറഞ്ഞ കേസ്, ഈ കേസിൽ നമ്മൾ എങ്ങോട്ടേക്കും എന്ത് ചെയ്യുന്നില്ല, മറ്റൊരു വാല്യൂവിന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഇഫ് യു ഡോണ്ട് ഹാവ് എനി അഡ്രസ് വി ക്യാൻ സിംപ്ലി യൂസിങ് നൾ. ഓക്കെ, സോ നൾ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് എന്തായിട്ട് ട്രീറ്റ് ചെയ്തോളും, ആ കീവേഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റിംഗ് ആസ് എ നൾ പോയിന്റർ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഒരു ട്രെയിൻ എടുത്തു വെച്ചു. അപ്പൊ ആ ട്രെയിനിന്റെ ആദ്യത്തെ ബോഗിക്കകത്ത് ഡേറ്റ ഇല്ല. ഓക്കെ, കാരണം ഇപ്പൊ യാത്രക്കാരാണ് ഡേറ്റ എന്ന് ഉദ്ദേശിച്ചത്, എഞ്ചിൻ ഡ്രൈവർ അല്ല, ലോക്കോ പൈലറ്റ് അല്ല. സോ ഒന്നാമത്തെ ബോഗി രണ്ടാമത്തെ ബോഗിയിലാണ് ഡേറ്റാസ് തുടങ്ങുന്നത്, പാസഞ്ചർ തുടങ്ങുന്നത്. അപ്പം ഒന്നാമത്തെ ബോഗി ഈസ് കണക്റ്റഡ് ടു എഞ്ചിൻ അല്ലേ, രണ്ടാമത്തെ ബോഗി ഈസ് കണക്റ്റഡ് ടു ഒന്നാമത്തെ ബോഗി, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഒന്നാമത്തെ ബോഗി എഞ്ചിനിലേക്ക് കണക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എഞ്ചിനകത്ത് ഡേറ്റ ഇല്ല. അപ്പൊ എഞ്ചിന്റെ പോയിന്റർ മുന്നോട്ടേക്ക് എവിടെ പോയിന്റ് ചെയ്യണം, നള്ളിലേക്ക് പോയിന്റ് ചെയ്യണം. ഒന്നാമത്തെ ബോഗി ഷുഡ് ബി പോയിന്റഡ് ടു എഞ്ചിൻ, രണ്ടാമത്തെ ബോഗി ഷുഡ് ബി പോയിന്റഡ് ടു എഞ്ചിൻ ബോഗി 1 അല്ലെ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ എഞ്ചിനെ നൾ പോയിന്ററിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇത് ഡാറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യും, ആദ്യത്തെ നോഡ് നിങ്ങൾ നൾ പോയിന്ററിലേക്കായിരിക്കും പോയിന്റ് ചെയ്ത്. സോ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ എറർ ഹാൻഡലിംഗ് ഇതൊരു എറർ ഹാൻഡലിംഗ് മെക്കാനിസം ആണ്. അതായത് അബദ്ധവശ അങ്ങനെ ഒരു പോയിന്ററിനെ പ്രിന്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇപ്പം പോയിന്റർ നൾ അല്ലെങ്കിൽ വാല്യൂ പ്രിന്റ് ചെയ്യുക, പോയിന്റർ നൾ ആണെങ്കിൽ ഇൻവാലിഡ് പോയിന്ററിന് പ്രിന്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള എറർ ഹാൻഡലിംഗ് മെക്കാനിസത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോൾ ബൈ റെഫറൻസ് പഠിച്ചിട്ട് ഇവിടെ കോൾ ബൈ റെഫറൻസ് പറഞ്ഞു. ഇപ്പൊ കോൾ ബൈ റെഫറൻസ് പറയുന്ന സമയത്ത് ഇപ്പൊ ഇവിടുന്ന് രണ്ട് വാല്യൂസിനെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് പുറത്തേക്കൊന്നും കൊണ്ടുപോകണ്ടെങ്കിൽ ഈ പോയിന്ററിനെ നിങ്ങൾ നള്ളായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇതിൽ നള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നൾ വാല്യൂ ആയിരിക്കുമല്ലോ, ഇപ്പൊ പുറത്തേക്ക് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, ചുമ്മാ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ചില പ്രോഗ്രാംസ് അങ്ങനെയാണ്, തുടക്കത്തിൽ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനൊക്കെ അത് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ദിസ് നൾ പോയിന്റർ ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഐഡിയ ബിഹൈൻഡ് നൾ പോയിന്റർ. ഇപ്പൊ നൾ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നൾ പോയിന്റർ എന്ന് വെച്ചാൽ ഇറ്റ് പോയിന്റ്സ് ടു നത്തിങ്. അപ്പൊ ഒന്നുമില്ല, ഇറ്റ്സ് പോയിന്റ്സ് ടു നത്തിങ്, ഒന്നിലേക്ക് പോയിന്റ് ചെയ്യുന്നില്ല. ദിസ് ഐഡിയ ബിഹൈൻഡ് നൾ പോയിന്റർ. സോ ദിസ് ഇസ് വി ക്യാൻ അസൈൻ ടു എ നൾ പോയിന്റർ. ഐ തിങ്ക് ഇതൊരു കുറച്ചൊരു ചെറിയൊരു ടോപ്പിക് ആയിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് സം നോട്ട്സ് ആൻഡ് റൈറ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, സോ കുറെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നൾ പോയിന്റർ, വോയിഡ് പോയിന്റർ എന്താണ്, സീറോ പോയിന്റർ എന്താണ്, പോയിന്റർ അരിത്തമെറ്റിക് എന്താണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും. അത് നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ടൈം ഇല്ലാത്തതുകൊണ്ട് ഡിസ്കസ് ചെയ്തു. യു ട്രൈ ഫോർ യുവർ ഇന്റർവ്യൂ. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് സോ ഫാർ ഐ തിങ്ക് ഐ എം ക്ലിയർ with this basics of pointer and null pointer. Okay, so we can take the questions now. Sir, the video off ആയി തോന്നുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്. ഇല്ല സാർ, എന്റെ PPT ഷെയർ ആണ്. അല്ല, ലൈക്ക് സാറിന്റെ ഇതുള്ളത് നമ്മളെ ഫേസ് അല്ലേ? ഓക്കെ, അത് ഫേസ് വേണോ സാർ? ഇവിടെ ഒരു ലാപ്ടോപ്പിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, മൈ വിൽ ഷോ. ഓക്കെ, ടേക്ക്. യാ സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ക്യാൻ വി യൂസ് ദ ഇൻ പോയിന്റർ ഫോർ എ ചാർ വേരിയബിൾ എന്നാണ് സർ? യെസ് സാർ, യെസ് സാർ. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു സ്ട്രിങ് ആണെന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഒരു സ്ട്രിങ് ആണെന്ന് പറയുന്ന അസ്യൂം ചെയ്യുക.
അപ്പൊ ഒരു സ്ട്രിങ്ങിനകത്തെ പേരാണ് ഇപ്പം KTU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം KTU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ അതൊരു ക്യാരക്ടർ അറയാണ്. ആദ്യത്തെ ലൊക്കേഷനിൽ ഇരിക്കുന്ന വേരിയബിൾ ആണ് വാല്യൂ ആണ് K, രണ്ടാമത്തെ ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ ആണ് T. ഇങ്ങനെ ഒരു KTU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറുകളുടെ കോമ്പിനേഷൻ ആണ്. അതൊരു ക്യാരക്ടർ അറയാണ്. അപ്പം നമുക്ക് ഒരു പോയിന്റർ വെച്ചിട്ട് ഇപ്പൊ ഇതിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇനി അടുത്ത ടോപ്പിക്ക് പറയാൻ പോകുന്നത് പോയിന്റർ ടു അറേ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം പോയിന്ററിനെ K എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ പ്രിന്റ് K. ദെൻ ആ പോയിന്റർ നമുക്ക് Tയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വി ക്യാൻ പ്രിന്റ് T. സിമിലർലി ആ പോയിന്ററിനെ KTU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എന്റെ സ്ട്രിങ്ങിലൂടെ പാസ് ചെയ്ത് ഓരോ ക്യാരക്ടറിനെ നമുക്ക് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിലേക്ക് നമുക്ക് പോയിന്ററിനെ പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ. സർ വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സർ നേരത്തെ ഇടയ്ക്ക് ആൻസർ ചെയ്തു തന്നിട്ടുണ്ട്. സ്വാപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വാപ്പ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി, പോയിന്റർ റെഫറൻസിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു. ഓക്കെ സർ. ഓക്കെ സർ. സാറിന്റെ പ്രൈവറ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു സർ. അതെ അതെ, പ്രൈവറ്റില് വന്ന ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഒന്ന് ഇപ്പൊ നമ്മള് സ്റ്റാർ %P എന്തിനാണ് കൊടുക്കുന്നത് ശ്രീലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ %D എന്ന് പറയുന്നത് ഇന്റിജർ ടൈപ്പിനെയും അതൊരു ഡേറ്റ പ്രിന്റ് ചെയ്യാനാണ്. %F എന്ന് പറയുന്നത് നമുക്കൊരു ഫ്ലോട്ടിംഗ് ഡേറ്റ പ്രിന്റ് ചെയ്യാനാണ്. ഇപ്പൊ %C എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡേറ്റ, ഒരു സിംഗിൾ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനാണ്. %S എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്യാനാണ്. പക്ഷെ ഇതിനകത്ത് പെടാത്ത ഒരാളാണ് അഡ്രസ്സ്. ഇപ്പൊ ഒരാളുടെ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യുമ്പോൾ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അഡ്രസ്സ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെച്ചാൽ %X ആണ് ഒരു കേസിൽ, %X ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ചില ആർക്കിടെക്ചറുകളിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ എല്ലാ ആർക്കിടെക്ചറുകളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈ പ്രിസിഷൻ സ്പെസിഫയർ ആണ് %P. %P കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിന്റ് ദി അഡ്രസ്. ഓക്കെ, %X ഉപയോഗിക്കാം, %X ഉപയോഗിക്കാം, %P ഉപയോഗിക്കാം, ബട്ട് P is better. Sir, another question is, does call by reference have any advantage over call by value? യെസ്, അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോപ്പി ഓഫ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇപ്പൊ സത്യം പറഞ്ഞാൽ വലിയ ഇതിപ്പോ ചെറിയ എക്സാമ്പിൾ ആണ് സ്വാപ്പിംഗ്. വലിയ പ്രോഗ്രാമുകളിലൊക്കെ സമയത്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസ് ഒരു 10-30 ഫംഗ്ഷൻസ് ഉണ്ടെന്നായിരിക്കും ഒരു വലിയ പ്രോജക്റ്റിനകത്ത്. അപ്പൊ ആ പ്രോജക്റ്റിനകത്തേക്ക് നമുക്ക് ഇപ്പം എപ്പോഴും പോയി ആ ഫംഗ്ഷനെ ചെന്നിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് വാല്യൂ പാസ് ചെയ്ത് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ ഒരു 25ാമത്തെ ഫംഗ്ഷനകത്താണ് എനിക്കൊരു ഔട്ട്പുട്ട് അവിടെ നിന്ന് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആ ഫംഗ്ഷനെ വിളിച്ചിട്ട് വാല്യൂസ് ആൾട്ടർ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻസിനകത്തുള്ള ചേഞ്ചസ് ഇവിടെ തിരിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? കോൾ ബൈ റെഫറൻസ് ഉപയോഗിക്കണം. ഓക്കെ, സോ അത് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ സർ, അത്രേ ഉള്ളൂ സർ. ലെറ്റ്സ് കണ്ടിന്യൂ സർ. ബാക്കി ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിച്ചോളൂ. ഓക്കെ, another topic. ഇതിനകത്ത് നിങ്ങൾക്ക് സത്യത്തില് സിലബസിനകത്ത് യഥാർത്ഥത്തിൽ അറേ യൂസിങ് പോയിന്റേഴ്സ് എന്നാണ് അടുത്ത ടോപ്പിക്. അപ്പൊ അതിനകത്ത് അറേ യൂസിങ് പോയിന്റേഴ്സ് എത്തുന്നതിന് മുന്നേ ഐ വിൽ നീഡ് ടു കൺവേ അനദർ ടോപ്പിക്. പോയിന്റർ ടു അറേ. ഓക്കെ, പോയിന്റർ ടു അറേ ഐ വിൽ എക്സ്പ്ലെയിൻ ക്ലിയർലി. എന്നിട്ട് നമുക്ക് അറേ യൂസിങ് പോയിന്റേഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പോയിന്റർ ടു അറേ, ഐ തിങ്ക് യു ആർ ഓൾ ഫെമിലിയർ വിത്ത് അറേ അല്ലേ? അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് മോഡ്യൂളിൽ അറേ പഠിച്ചിട്ടുള്ളവര് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറേ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ സോർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സ്ഥിരം എക്സാമിന് KTUവിന്റെ ഒരു എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് പോയിന്റർ ടു അറേ വെച്ചിട്ട്, അതായത് പോയിന്റർ വെച്ചിട്ട് നിങ്ങൾ ഒരു അറേ സോർട്ട് ചെയ്യണം. ഇപ്പൊ സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, ഇങ്ങനെ കുറെ സോർട്ടിങ്ങുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സോർട്ടിംഗ് ടെക്നിക്ക് നിങ്ങൾ പോയിന്റർ വെച്ചിട്ടും കൂടെ പഠിക്കുക. അതായത് അത് ഈസിയാണ്. അപ്പൊ പോയിന്റർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അറേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അറേ യൂസിങ് പോയിന്റർ പറയുന്നതിന് മുന്നേ ഐ വിൽ സീ പോയിന്റർ ടു അറേ. ഓക്കെ, അതായത് കൺസെപ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. കുറച്ച് കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ഇംപ്ലിമെന്റേഷൻ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, സി വി ഹാവ് എൻ അറേ എ. ഇതാണ് എ എന്ന് പറയുന്ന അറേ അല്ലെ? എയ്ക്കകത്തിരിക്കുന്ന വാല്യൂസ് ആണ് 3, 5, 6, 7 and 9. അപ്പൊ എയ്ക്കകത്തിരിക്കുന്ന ഓരോ മെമ്മറി ലൊക്കേഷനും അഡ്രസ് ഉണ്ട്. കാരണം വെച്ചാൽ
ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് ഒരു ഇന്റ് എ ആണ്. ഇന്റ് എ ആണ്. ഇന്റ് എ എന്ന് വെച്ചാൽ ഇന്റ് എ ഓഫ് 5. ഇന്റ് എ ഓഫ് 5, അതായത് 5 മെമ്മറി ലൊക്കേഷൻ ഉള്ള ഒരു അറയാണ് എ. അപ്പം ഇതിനകത്ത് 5 മെമ്മറി ലൊക്കേഷൻ. അറയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം എന്താ? അറ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ ഐറ്റം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എക്കകത്ത് 5 വാല്യൂസ് ഉണ്ട്. അപ്പം ലെറ്റ് ഇറ്റ് ബി 3, 5, 6, 7, 9. ഓരോന്നിനും മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതായത് ഇപ്പം ഇത് ഇപ്പൊ കമ്പൈലർ ഡിപ്പെൻഡന്റ് ആണ് ഈ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് സ്റ്റാർട്ടിങ് 3000-ലാണ് തുടങ്ങുന്നത് ഈ മെമ്മറി ലൊക്കേഷൻ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 3004 എന്നാണ് ഞാനിത് കാണിച്ചത്. അതായത് 5 എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്നത് 3004-ലാണ്. കാരണം ഈ ഒരു മെമ്മറി ലൊക്കേഷന്റെ സൈസ് 4-ആണ്. അതായത് 4 ബൈറ്റ് ആണ് ഇന്റിജറിനെ എടുക്കുന്നത്. 4 ബൈറ്റ് ആണ് ഇന്റിജറിനെ എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ നീല സ്ക്രീൻ ടർബോ സി കണ്ടിട്ടുണ്ട്. അതിന്റെ ഇന്റിജർ സൈസ് എന്ന് വെച്ചാൽ 2 ബൈറ്റ് ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പൈലർ. അപ്പൊ ഇത് അസ്യൂം ഇറ്റ് ഈസ് 4 ബൈറ്റ്. ഓക്കെ, വേറെ ഡേവ് CPP, ടർബോ CPP, അങ്ങനെ ബോർലാൻഡ് CPP, അങ്ങനെ കുറെ CPP ഉണ്ട്, സി ഉണ്ട്. അപ്പൊ അതിനകത്തെല്ലാം മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് അസ്യൂം ഇറ്റ് ഈസ് 4 ബൈറ്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് 4 വെച്ച് കൂടിയേക്കുന്നത്, അല്ലെങ്കിൽ 2 വെച്ച് കൂടും. ഓക്കെ, എന്റെ പോയിന്റ് ഇതാണ്. പോയിന്റർ ടു അറേ. പോയിന്റർ ടു അറേ Okay, 1 second. Okay, so pointer to array ഇതാണ്. So we have a pointer. So ഈ പോയിന്ററിനകത്ത് we have the address of first location. Okay, pointer is equal to ampersand a of 0. Ampersand a of 0 എന്ന് പറഞ്ഞാൽ let b, this is a of 0, this is a of 1, this is a of 2, this is a of 3, this is a of 4 അല്ലേ? അങ്ങനെയാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദി ഇൻഡെക്സ് ഏതാണ്? 0. സോ പോയിന്ററിനകത്ത് 6 അഡ്രസ് ഉണ്ട്. എയുടെ അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ a of 0യുടെ അഡ്രസ് ഉണ്ട്. സി a of 0യുടെ അഡ്രസ് എന്ന് പറയുന്നതും ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ptr is equal to a അല്ല, ptr is equal to ampersand a. ptr is equal to a എന്ന് പറയുന്നതും ptr is equal to ampersand f എന്ന് പറയുന്നതും ഉള്ള വ്യത്യാസം അല്ലെങ്കിൽ സിമിലാരിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ptr is equal to ampersand a of 0 എന്ന് പറഞ്ഞാൽ a of 0യുടെ അഡ്രസ്, a of 0 എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ, അതിന്റെ അഡ്രസ് 3000. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഹിയർ. ഇനി ptr is equal to ampersand a എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതായത് അഡ്രസ് ഓഫ് അറേ ആണ്. അഡ്രസ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ്ങിന്റെ അഡ്രസ് തന്നെയാണല്ലോ അഡ്രസ് ഓഫ് അറേ എന്ന് പറയുന്നത്. അപ്പൊ a of 0യുടെ അഡ്രസ് കൊടുത്താലും എയുടെ അഡ്രസ് കൊടുത്താലും നിങ്ങൾക്ക് 3000 വിൽ ഗെറ്റ് ഓൺ ദിസ് പോയിന്റർ. സോ ഇങ്ങനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പോയിന്റർ ടു ദി അറേ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇനിഷ്യലി വി ഹാവ് പോയിന്റിംഗ് ടു ദ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ. ഇനി നോക്കുക, വി ഹാവ് എ കൺസെപ്റ്റ് കാൾഡ് PTR++. PTR++ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ I++ ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികളാണെന്ന് എനിക്കറിയാം. സോ PTR is equal to PTR+1 അല്ലേ? PTR is equal to PTR+1 എന്നാണ്. സാധാരണ നമ്മൾ I++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടാനല്ലേ പറയുന്നത്. സോ PTR is equal to PTR+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3000-ലൂടെ 4 കൂട്ടുന്നതായിരിക്കും അടുത്ത ലൊക്കേഷൻ. കാരണം ഇന്റിജറിന്റെ സൈസ് ഇപ്പൊ 4 ബൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. സോ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യും. ഇനി again if we are printing PTR++, എന്ത് ചെയ്യും? it will go to 3008, അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പം PTR-നകത്ത് 6 അഡ്രസ് ഉണ്ട്, a of 0. അപ്പം suppose we are giving സ്റ്റാർ PTR പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 3000 അല്ലേ? 3000ന്റെ ഡേറ്റ എന്താണ്? 3 ആണ്. സോ ഇറ്റ് വിൽ പ്രിന്റ് 3. ഹിയർ ആൾസോ ഇപ്പം സ്റ്റാർ PTR എവിടെ ഉണ്ട്? സ്റ്റാർ PTR-നകത്ത് 3004ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സ്റ്റാർ PTR കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിന്റ് 5 അല്ലേ? നൗ PTR++, ഇപ്പം PTR-നകത്ത് ആരുണ്ട്? 3008 ഉണ്ട്. 3008-നകത്ത് ഡേറ്റ എന്താണ്? 6 ആണ്. സോ PTR++ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് PTR is equal to PTR+1 എന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനിലേക്ക് 1 by 1 ആയിട്ട് പോകും. ഓക്കെ, സോ ദിസ് ഇസ് ഐഡിയ ബിഹൈൻഡ് പോയിന്റർ ടു അറേ. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. പോയിന്റർ ആദ്യത്തെ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്നു, PTR++ എന്ന് പറയുന്ന അടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നു, അടുത്തയിലേക്ക് പോയിന്റ് ചെയ്യുന്നു. സോ ഐ തിങ്ക് ഐ ആം ക്ലിയർ വിത്ത് ദിസ് തിങ്. ഓക്കെ, സോ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. റഷിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സ്ലോ ആയിട്ട് പോയി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലെറ്റ് int is equal to let it be 1 2 3 4. Okay, so 1 2 3 4 we have a pointer. Let it be star PTR. Okay, so PTR ആദ്യം ഞാൻ എവിടെ പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? PTR is equal to ampersand a of 0.
ആംപർസാൻഡ് A of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പോയിന്റിങ് ഔട്ട്. ആദ്യത്തെ ലൊക്കേഷനിലേക്ക് ഇറ്റ് വിൽ ബി പോയിന്റിങ് ഔട്ട്. സപ്പോസ് ഐ എം പ്രിന്റിങ് സപ്പോസ് ഐ എം പ്രിന്റിങ് പെർസെന്റേജ് ഡി സ്റ്റാർ PTR. അപ്പൊ PTR പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? PTRനകത്ത് ഇപ്പൊ 6 അഡ്രസ് ഉണ്ട്. A of 0യുടെ അഡ്രസ് ഉണ്ട്. A of 0ക്കകത്തിരിക്കുന്ന ഡേറ്റ ഏതാണ്? 1. അപ്പൊ സ്റ്റാർ PTR കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യണം? 1 പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സി, നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം, 1 വരുന്നുണ്ടോ എന്ന് നോക്കാം. ലെറ്റ് സി, ഐ വിൽ സി. ഓക്കെ, ഇയർ ഇനിഷ്യലൈസേഷൻ ഫോർ A. ഓക്കെ, സോ ദിസ് ഈസ് എ സിൻടാക്സ് ഫോർ ആൻ array. ഓക്കെ, ഇതാണ് ഒരു arrayയുടെ സിൻടാക്സ്. ഓക്കെ, സോ വി വിൽ പ്രിന്റിംഗ് 1 അല്ലേ? സോ നമുക്കത് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് യു ആർ ഗിവിംഗ് സ്റ്റാർ ആംപർസാൻഡ് A of 1. A of 1ന്റെ അഡ്രസ് ആണ്. A of 1ന്റെ അഡ്രസ് എന്ന് വെച്ചാൽ എന്താ? ഇത് A of 0, A of 1, A of 2, A of 3 ഇങ്ങനെ ആയിരിക്കും ഡേറ്റ. സോ A of 1നകത്തെ അഡ്രസ്, അതായത് ഇതിന്റെ അഡ്രസ്. അപ്പം PTR ഇപ്പൊ എവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട്? A of 1നകത്തേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർ PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 6 അഡ്രസ്സാ, ഇതിന്റെ അഡ്രസ് അല്ലേ? ആ അഡ്രസ്സിൽ ഇരിക്കുന്ന ഡേറ്റ, ആ അഡ്രസ്സിൽ ഇരിക്കുന്ന ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. സോ ഇറ്റ് വിൽ പ്രിന്റ് 2. ഓക്കെ, സോ ഇതാണ് പോയിന്റർ ടു അറേയുടെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാ അറേ എലമെന്റ്സിനും എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഫസ്റ്റ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യേണ്ടത്? A of 0യിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. സോ PTR is equal to ആംപർസാൻഡ് A of 0. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 by 1 ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം, റിപ്പീറ്റഡ് ആക്ഷൻസ് നടക്കണമെങ്കിൽ എപ്പോഴും ഫോർ ലൂപ്പിന്റെ സഹായം, മറ്റൊരു ലൂപ്പിന്റെ സഹായം വേണമല്ലോ. സോ ലെറ്റ് സി, നമുക്കൊന്ന് ലൂപ്പ് ആക്കാം. ലൂപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൊത്തം 5 അല്ലേ മെമ്മറി ലൊക്കേഷൻ. സോ 5 തവണ ഈ മെമ്മറി ലൊക്കേഷൻ ഐറ്ററേഷൻ കറങ്ങണം. സോ ഫോർ I is equal to 0, I less than or equal to 5, അതായത് 0 മുതൽ 4 വരെ. അപ്പൊ 5 തവണ. So for I is equal to 0, let's see star PTR. Okay, star PTR, and let's see output എന്താണെന്ന് നോക്കാം. Okay, here I plus plus ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഓരോ ഇറ്ററേഷനിലും ഷുഡ് ഗോ ബിയോണ്ട് അല്ലെ? അപ്പൊ ഓരോ തവണ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? PTR plus plus. So PTR plus plus we should give in the array. So PTR plus plus കൊടുക്കുന്ന സമയത്ത് it will move along all the way. So and print. Let's see the output. We are giving PTR plus plus. Let's see, int I also we should give. Int I also we should give. PTR plus plus. So let's see. So it will print 1, 2, 3 and 4. 1, 2, 3 and 4 it will be printing. ഫൈനലി നമുക്ക് ലാസ്റ്റ് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് എക്സ്ട്രാ പോകുന്നുണ്ട്. ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് എക്സ്ട്രാ പോകുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദ സ്റ്റെപ്പ്. ഓക്കെ, സോ സോറി, ഇപ്പോഴാണ് 5 എണ്ണം ആയത്. ഓക്കെ, സോ 1, 2, 3, 4. ഓക്കെ, ഐ തിങ്ക് ദ ഔട്ട്പുട്ട് ഇസ് ക്ലിയർ. സോ ഇറ്റ് വിൽ പ്രിന്റ് ദ ഔട്ട്പുട്ട്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, പോയിന്റ് ടു ദി ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ. ആദ്യത്തെ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സിലേക്ക് പോയിന്ററിനെ പോയിന്റ് ചെയ്യുക. ദെൻ ഓൺ ഐട്രേഷൻ you should give PTR plus plus. So PTR plus plus കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പോയിന്റർ ഓരോ ലൊക്കേഷനിലേക്ക് മുന്നോട്ട് പോകുന്നു, എന്നിട്ട് ഇറ്റ് വിൽ പ്രിന്റ് സ്റ്റാർ PTR. അപ്പോൾ ഓരോ തവണ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷനകത്തിരിക്കുന്ന ഡേറ്റ ആയിരിക്കും. സോ ആദ്യം PTR ഇവിടെ 1ലേക്ക് പോയിന്റ് ചെയ്യുന്നു, PTR പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 2ലേക്ക് പോയിന്റ് ചെയ്യുന്നു, PTR പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 3ലേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ തവണ പോയിന്റുന്ന സമയത്തും ഇഫ് വി ആർ പ്രിന്റിംഗ് സ്റ്റാർ PTR വി ആർ ഗെറ്റിംഗ് ദി ഔട്ട്പുട്ട് 1, 2, 3, 4. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഇത് ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡാക്കി പറഞ്ഞു വെച്ചാൽ പോയിന്റ് ടു അറേ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഡൗട്ട് പിന്നെ ചോദിക്കാം. എങ്കിലും വിത്ത് പെർമിഷൻ ഓഫ് രാജേഷ് സാർ, കുറച്ചും കൂടെ റെസ്പോൺസീവ് ആവാനായിട്ട് സ്റ്റുഡൻസ് ക്യാൻ യു, ഇസ് ഇറ്റ് ഓക്കെ? യു ക്യാൻ ടൈപ്പ് ഓക്കെ. ക്ലിയർ ആണ് സർ, ക്ലിയർ ആയിരുന്നു സർ. ഓക്കെ, then we will move to the main topic, array using pointer. ഇതാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. then I will stick on to this. ഓക്കെ, നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. Okay, thank you for your response. Okay, let's see array using pointer. Okay, fine. ഇത് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബോർഡിൽ എഴുതി കാണിക്കാനുള്ള ഇതാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്
നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം നമുക്കൊരു 1 hour ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതാണ്ടാ, നിങ്ങൾക്ക് ഇപ്പോൾ പോയിന്റ് ടു അറേ നിങ്ങളിപ്പോൾ പ്രിന്റ് ചെയ്യുന്നതല്ലേ നമ്മളിപ്പോൾ കണ്ടത്, ഇപ്പോൾ 1 2 3 4 പ്രിന്റ് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് സം ഓഫ് എലമെന്റ്സ് ഞാൻ അറേ, ഇപ്പൊ സാധാരണ അറയിലെ സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്, S=S+I അല്ലേ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ സം ഓഫ് ആൻ അറേ യൂസിങ് പോയിന്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് S=S+I നിങ്ങൾ ലൂപ്പിനകത്ത് കൊടുക്കാറില്ലേ, ആ S=S+I എന്ന് പറയുമ്പോൾ ആ എസ് എന്ന് പറയുന്നത് പഴയ എസും ഐ എന്ന് പറയുന്ന ഡേറ്റയാണ്. ഐ എന്ന് പറയുന്ന ഡേറ്റയല്ലേ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ S=S+A(i) നിങ്ങൾ അറയിൽ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് S=S+*PTR ഉപയോഗിക്കാം. S=S+*PTR എന്ന് പറഞ്ഞാൽ എന്താ, PTR-നകത്തിരിക്കുന്ന ഡേറ്റ, PTR-നകത്തിരിക്കുന്ന അഡ്രസ്സിന്റെ ഡേറ്റ. അപ്പം നിങ്ങൾക്ക് സം ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് S=S+*PTR ലൂപ്പിനകത്ത് കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേ സമ്മ് പോയിന്റർ ടു അറേ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇപ്പൊ അറേയുടെ ബിഗസ്റ്റ് കണ്ടുപിടിക്കുന്നു അല്ലെ, ഇഫ് A(i) ഗ്രേറ്റർ ദാൻ ബിഗ്, ദെൻ ബിഗ് A(i). ഞാൻ ഇമാജിനേഷനിലാണ് പറയുന്നത് അറിയാം, എങ്കിലും നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, പോയിന്റർ ടു അറേ ഉപയോഗിക്കാം. ഓക്കെ, സോ പല ആപ്ലിക്കേഷൻ നിങ്ങൾ അറേയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോഗ്രാംസ് മോഡ്യൂൾ 2 ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പോയിന്റർ വെച്ചിട്ടും ചെയ്ത് നോക്കണം, കാരണം അതാണ് നിങ്ങളുടെ എക്സാംസിന് വരുന്നത്. ഓക്കെ ഫൈൻ, സോ ലെറ്റ്സ് മൂവ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദെൻ അറേ യൂസിങ് പോയിന്റർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോ അറേ യൂസിങ് പോയിന്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം. ദാറ്റ് ഈസ് വി ഹാവ് എൻ അറേ. നമുക്കൊരു അറേ ഉണ്ട്, ഈ അറയ്ക്കകത്തുള്ള വാല്യൂസ് ഒന്ന് നോക്കി 3 5 6 7 9 അല്ലെ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ A(0), A(1), A(2), A(3), A(4) ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ ഓരോ മെമ്മറി ലൊക്കേഷനും 3000, 3007, 3008 ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ, നമുക്ക് ഫ്ലോട്ട് സൈസ് ഇന്റിജർ സൈസ് ആണ്. ഈ കമ്പൈലറിനകത്ത് ഇന്റിജറിന്റെ സൈസ് 4 ആണെന്ന് നോക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇന്റിജറിന്റെ സൈസ് 2 എന്ന് പറഞ്ഞാലും മതി, 3000, 3002, 3004 അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ, സോ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ അറേ. ഇപ്പം നമ്മളിപ്പോ പോയിന്ററിന്റെ കൺസെപ്റ്റ് ഞാൻ ഈ PTR എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ മറ്റൊരു വേരിയബിൾ വെച്ചിട്ടല്ലേ ചെയ്തേ. ഈ പോയിന്റർ എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാതെ നമുക്ക് അറേ സിമുലേഷൻ ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കിയേ, സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മള് ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ എയുടെ അഡ്രസ് ആണ് അല്ലേ. എയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ച പോലെ ആംപർസാൻഡ് എന്ന് പറയുന്നതും ആംപർസാൻഡ് A(0) എന്ന് പറയുന്നതും സെയിം ആവുന്ന എന്തുകൊണ്ടാണ്, സെയിം ആണെന്നല്ല, സെയിം ആവുന്ന എന്തുകൊണ്ടാണ്, ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ എയുടെ അഡ്രസ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എത്രല്ല, 3000 ആണ്. സോ ദാറ്റ് ഈസ് 3000. ആംപർസാൻഡ് A(0) എന്ന് പറഞ്ഞാൽ എന്താണ്, A(0) എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷൻ അല്ലേ. ഫസ്റ്റ് ലൊക്കേഷൻ അഡ്രസ് എന്താ, 3000 തന്നെയാണ്, രണ്ടും അതുകൊണ്ടാണ് 3000 ആവുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സപ്പോസ് ഇതിനകത്തൊരു മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം, അതും കൂടെ ഒന്ന് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ആംപർസാൻഡ് എന്ന് പറയുന്നത് കൊടുത്തു എന്ന് വെച്ചു, ഇതിന്റെ ബാക്കി സ്റ്റെപ്പാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കുകയാണ് A++. A++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പോയിന്റ് ടു ദി നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ അല്ലെ. ഇറ്റ് വിൽ പോയിന്റ് ടു ദി നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ. സോറി. ഓക്കെ, ഇപ്പം A++ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പോയിന്റ് ടു ദി നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ അല്ലെ. ഇനി A(0)ക്ക് ശേഷം ഇഫ് ഐ എം ഗിവിംഗ് A++, ഓക്കെ, A(0) എന്ന് പറഞ്ഞാൽ എയുടെ അഡ്രസ് 3000 അല്ലേ. സോ 3000 കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൊക്കേഷൻ ഏതാ, ഇറ്റ് വിൽ പോയിന്റ് ടു 3004 അല്ലെ. ഇനി അഗെയിൻ ഇഫ് യു ആർ റിപ്പീറ്റിംഗ് A++, സോ ഇറ്റ് വിൽ പോയിന്റ് ടു 3008 അല്ലെ. ഇങ്ങനെ പോകും. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് എയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ അറേയുടെ അഡ്രസ്സാണ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് നിങ്ങൾക്ക് അറിയാം 3000 ആണെന്ന്. സോ A++ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പോയിന്റ് ടു ദി അനദർ നെക്സ്റ്റ് ലൊക്കേഷൻ, അതായത് അറേക്ക് ശേഷമുള്ള അഡ്രസ് ആയിരിക്കും ഇറ്റ് വിൽ പോയിന്റ്. അതായത് ഇപ്പൊ അറേ ഇവിടെ തീർന്നു വെച്ചു, അപ്പൊ 3020 ആയിരിക്കും അടുത്ത ലൊക്കേഷൻ. അതാണ് ഇത് തമ്മിലുള്ള ചെറിയ വ്യത്യാസം. പക്ഷേ ഇവിടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ. ആംപർസാൻഡ് A എന്ന് പറയുന്നത് 3000 ആണ്. ആംപർസാൻഡ് A(0) എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും, 3000 ആണ്. എന്തുകൊണ്ടാ, A എന്ന് പറയുന്ന അറേയുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 3000 ആണ്, A(0) എന്ന് പറയുന്ന ഫസ്റ്റ് ലൊക്കേഷന്റെ സ്റ്റാർട്ടിംഗ് 3000 ആണ്. ഓക്കെ, സോ ഇത് ഞാൻ ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. സോ ആംപർസാൻഡ് എന്ന് വെച്ചാൽ എയുടെ അഡ്രസ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എയ്ക്കകത്തുള്ള അഡ്രസ്, അതായത് എയുടെ അഡ്രസ് 3000. അപ്പൊ 3000-നകത്ത് ഡേറ്റ ഇറ്റ് വിൽ ബി പ്രിന്റഡ്. ഓക്കെ, 3 പ്രിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ ഇത് ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് PTR എന്ന് പറയുന്ന വേരിയബിളിന്റെ സഹായം ഇല്ലാതെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇന്റ് A int ഇതൊരു അറേ ആണ്. ഇന്റ് A(5) ഇന്റ് A(5) 1 2 3 4. ഓക്കെ, ഇന്റ് A 1 2 3 4. സപ്പോസ് ഐ എം printing print %d
സ്റ്റാർ എ. ഇത് PTR ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, PTR ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ സ്റ്റാർ എ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. 1 സെക്കൻഡ്. സ്റ്റാർ എ, ഇത് പൈത്തൺ ഉപയോഗിച്ചുകൊണ്ടാണ് സെമിക്കോളൻ മിസ് ആവുന്നത്. ഓക്കെ, സ്റ്റാർ എ എന്താ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. 1 സെക്കൻഡ്. സോറി, പ്രിന്റ് എഫ് അഗെയിൻ, പ്രിന്റ് എഫ്. ഓക്കെ ഫൈൻ, ഇറ്റ് വിൽ പ്രിന്റ് 1 അല്ലേ. 1 എന്തുകൊണ്ട് പ്രിന്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ വരുമ്പോൾ അറിയാം. അതായത് സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും അയാളുടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ. അതിനകത്തെ ഡേറ്റ 3 ആണ്. അപ്പം സി, ഇപ്പം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും? അടുത്ത ലൊക്കേഷൻ എങ്ങനെ പ്രിന്റ് ചെയ്യാം? അതായത് എനിക്ക് 3004 ഡേറ്റയായ 5 എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ PTR എന്ന് പറയുന്ന വേരിയബിളിന്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ സെയിം തിങ് I am repeating and I am giving, instead of star A, I am giving star A plus 1. Okay, star A plus 1, star A plus 1 കൊടുക്കുക. So star A plus 1, ഇത് star A ആണെങ്കിൽ this will be star A plus 1, star A plus 1, star A plus 1 എന്ന് പറഞ്ഞാൽ A plus 1ന്റെ സ്റ്റാർ ആണ്. A plus 1ന്റെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ A plus 1 എന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ 3004 ആണ്. സോ 3004 ഇരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇറ്റ് വിൽ പ്രിന്റ്, ഇത് 1 പ്രിന്റ് ചെയ്യും, ഇത് 2 അടുത്ത ലൊക്കേഷൻ ഇരിക്കുന്ന 2 പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇറ്റ് വിൽ പ്രിന്റ് 1 and 2 കണ്ടില്ലേ. സോ ഇറ്റ് വിൽ പ്രിന്റ് 1 and 2. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു PTR എന്ന് പറയുന്ന PTR പോയിന്റർ ഇല്ലാതെ നിങ്ങൾക്ക് പോയിന്റർ ഓപ്പറേഷൻ യൂസിങ് അറേ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അടുത്ത ലൊക്കേഷൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? സ്റ്റാർ A of 2. ഒരു കാര്യം ഓർത്തോണം, സ്റ്റാറിനകത്താണ് A plus 2. സോ ഇറ്റ് വിൽ, അടുത്ത ലൊക്കേഷൻ ഇറ്റ് വിൽ പ്രിന്റ്. സോ ഇനി എനിക്ക് ഫൈനൽ ഡേറ്റ വേണമെങ്കിൽ സോ ഇറ്റ് വിൽ പ്രിന്റ് സ്റ്റാർ A plus 3. ഐ തിങ്ക് ആ ഒരു PTRന്റെ സഹായം ഇല്ലാതാണ് ഞാൻ ഈ കാണിക്കുന്നത്, നിങ്ങളത് നോട്ട് ചെയ്തോളുക. ഓക്കെ, സോ ദിസ് വിൽ പ്രിന്റ് 1 2 3 4. ഓക്കെ, സോ ദിസ് വിൽ പ്രിന്റ് 1 2 3. സോ ദിസ് ഈസ് എ വേ വി ക്യാൻ പ്രിന്റ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെയല്ല, നമുക്ക് കുത്തിയിരുന്ന് മൊത്തം ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ വി ക്യാൻ യൂസ് എന്താ ഉപയോഗിക്കാൻ പറ്റുന്ന അറേ ഉപയോഗിക്കാം അല്ലേ. സോ ഫോർ I is equal to, ഇപ്പൊ എത്ര ലൊക്കേഷൻ ഉണ്ട്? മൊത്തം 1 2 3 4 അറേ ഉണ്ട് അല്ലേ. സോ I is equal to 0, I less than 4, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. I plus plus. ഓക്കെ, സോ ഞാൻ ഇതിനെ ഈ 4 പ്രിന്റ് എഫിനെയും കൂടെ സമ്മറൈസ് ചെയ്യാൻ പോവാണ്. ഈ 4 പ്രിന്റ് എഫിനെയും കൂടെ നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാം? പ്രിന്റ് എഫ് 4 ഇതിനെ കൂടെ എങ്ങനെ സമ്മറൈസ് ചെയ്യാം? പ്രിന്റ് എഫ് സി സ്റ്റാർ A plus I. ഇവിടെ സ്റ്റാർ A of 0 കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ സ്റ്റാർ എക്ക് സ്റ്റാർ A plus 0 കൊടുക്കുന്നു, സ്റ്റാർ A plus 1 കൊടുക്കുന്നു, സ്റ്റാർ A plus 2 കൊടുക്കുന്നു, സ്റ്റാർ A plus 3 കൊടുക്കുന്നു. അപ്പം നമുക്ക് ഓരോ തവണ സ്റ്റാർ A plus 100 വരെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാം? സ്റ്റാർ A plus I, where I ranges from 0 to 3 അല്ലേ. where I ranges from 0 to 3. so for I ranges from 0 to 3, so I ranges from, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ 4 കൊടുത്താലും മതി. I is equal to 3 ആൻഡ് ഈ പറയുന്ന A of I നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് കൊടുക്കാം. സോ ഈ പറയുന്ന ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? സമ്മറൈസ് ചെയ്ത് ഒരു സിംഗിൾ ലൂപ്പിനകത്തേക്ക് മാറ്റി. ഓക്കെ, സോ ഐ തിങ്ക് ഇസ് ഇറ്റ് ക്ലിയർ. സോ ഈ 4 ലൈൻ നമുക്ക് ഇനിയും വേണ്ട, നമുക്ക് ഈ ലൈൻ വേണ്ട. സോ ലെറ്റ് സി, നമുക്ക് ഔട്ട്പുട്ട് ക്ലിയർ ആവുന്നു നോക്കാം, എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ് സി അഗെയിൻ ഇൻടു മെയിൻ. സോ റിട്ടേൺ 0. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, റിട്ടേൺ 0 എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇൻടു മെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും റിട്ടേൺ ചെയ്തേ പറ്റൂ, ചെയ്യാൻ. പക്ഷെ എനിക്കിവിടെ റിട്ടേൺ ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തെന്ന് കൊടുത്തു? റിട്ടേൺ 0 കൊടുത്തു. ഇനി അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല, നിങ്ങൾ വോയിഡ് മെയിൻ കൊടുത്താലും മതി. ഓക്കെ, ഇനി ഇൻറ്റ് ഐ. ഓക്കെ, so int I. Okay, int I. So this also 1 2 3 4. അപ്പം ഇവിടെ നിങ്ങൾ ഈ കൊടുത്ത 4 ലൈന് പകരം സ്റ്റാർ A plus 0, സ്റ്റാർ A plus 1, സ്റ്റാർ A plus 2, സ്റ്റാർ A plus 3. ഇത് നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. സ്റ്റാർ A plus I, where I ranges from 0 to 3. I ranges from 0 to 3. I ranges from 0 to 3. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? This we can write the program like this. So this is the idea of array using pointer. This is the idea of array using pointer. ഐ തിങ്ക് ദിസ് ഓക്കെ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇനി നിങ്ങൾക്ക് അറേ ഓഫ് പോയിന്റേഴ്സ് ഉണ്ട്. അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിലബസിലേക്ക് ഉണ്ടോ എന്നുള്ളത് ഐ നീഡ് ടു ഡിസ്കസ് അഗെയിൻ. അറേ ഓഫ് പോയിന്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ട്രൈ യുവർ പ്രോഗ്രാം. ഓക്കെ, സോ അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോയിന്റ് ടു അറേയും ഇപ്പൊ പറയുമ്പോൾ അറേ ഓഫ് പോയിന്റേഴ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. പോയിന്റ് ടു അറേ എന്ന് പറഞ്ഞാൽ ഒരു അറേ ഒരു പോയിന്റ് അല്ലേ, ഒരു അറേ ഒരു പോയിന്റ്. ആ ഒരു പോയിന്ററാണ് എല്ലായിടത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ.
സോ അതിന് എന്ത് സഹായമുണ്ട്? ptr++ന്റെ സഹായമുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. അറേ ഓഫ് പോയിന്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അറേ ആണെന്ന് വെച്ചു, ഇതൊരു അറേ ആണെന്ന് വെച്ചു, ഇത് 3 ലൊക്കേഷൻ ഉള്ള ഒരു അറേ ആണെന്ന് വെച്ചു. ഈ അറേയുടെ പോലെ തന്നെ നമുക്കൊരു പോയിന്ററിന്റെ ഒരു അറയുണ്ട്, പോയിന്ററിന്റെ ഒരു അറയുണ്ട്. അപ്പൊ പോയിന്ററിന്റെ അറേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പൊ നമുക്ക് ഒരു അറയുണ്ട്, ഒരു പോയിന്റർ അറേ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇന്റ് സ്റ്റാർ ptr ഓഫ് 5. അപ്പം 5 ലൊക്കേഷനുള്ള ഒരു ptr ലൊക്കേഷൻ ഉണ്ട്. അപ്പം ptr 0ന്റെ ജോലി എന്ന് പറഞ്ഞാൽ a ഓഫ് 0ത്തിലേക്ക് പോയിന്റ് ചെയ്യലാണ്. ptr ഓഫ് 1ന്റെ ജോലി a ഓഫ് 2ലേക്ക് പോയിന്റ് ചെയ്യൽ, ptr ഓഫ് 2ന്റെ ജോലി a ഓഫ് 2ലേക്ക് പോയിന്റ് ചെയ്യലാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ptr ഓഫ് ഐയുടെ ജോലി, എന്ന് പറഞ്ഞാൽ അതായത് ptr ഓഫ് 0 എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യണം എന്നാണ്. ptr ഓഫ് 0 എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യാനാണ്? ആംബർസാൻഡ് a ഓഫ് 0ത്തിലേക്ക് പോയിന്റ് ചെയ്യണം, ഇങ്ങനല്ലേ? ഇതേപോലെ ptr ഓഫ് 1 എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യണം? a ഓഫ് 1ലേക്ക് പോയിന്റ് ചെയ്യണം, a ഓഫ് 1ലേക്ക് പോയിന്റ് ചെയ്യണം. സിമിലർലി ptr ഓഫ് 2 എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യണം? a ഓഫ് 2ലേക്ക്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് എന്തെന്ന് ചെയ്താൽ മതി? ഇത് ചെയ്യുന്നതിന് പകരം ptr ഓഫ് i എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്താൽ മതി? a ഓഫ് iലേക്ക് പോയിന്റ് ചെയ്താൽ മതി. അപ്പം എക്കകത്ത് a ഓഫ് 0ത്തിന്റെ അഡ്രസ് 0ത്തിൽ വരും, a ഓഫ് 1ന്റെ അഡ്രസ് ptr 1 വരും, a ഓഫ് 2ന്റെ അഡ്രസ് ptr 2 വരും. അപ്പം ആ സമയത്ത് ഞാനൊരു printf കൊടുക്കുകയാണ്. printf കൊടുത്ത് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. printf %d സ്റ്റാർ ptr എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന അഡ്രസ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഇത് ഇതിനകത്ത് കൊടുത്താൽ മതി, ലൂപ്പിനകത്ത് കൊടുത്താൽ മതി. അപ്പം താണ്ടെ വേറെ ലൂപ്പ് റേഞ്ചസ് ഫ്രം 0 to 2, വേറെ ലൂപ്പ് റേഞ്ചസ് ഫ്രം 0 to 2 i less than or to i plus plus. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താലും മതി. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രിന്റ് ഓൾ ദി. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഒരാളെ വിട്ടുപോയി. ഇനി അത് വേണ്ട, വിട്ടുപോയി. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യാം? വി ക്യാൻ പ്രിന്റ് ഓൾ ദി എലിമെന്റ്സ് യൂസിങ് അറേ. അപ്പൊ ഒരു പോയിന്റർ, ഒരു അറേ ഉണ്ട്, ഒരു പോയിന്റർ അറേ ഉണ്ട്. അപ്പൊ ഇതിന് പകരം ptr ഓഫ് 0 എയിലേക്ക് പോയിന്റ് ചെയ്യുന്നു, ptr ഓഫ് 1 ഓഫ് എ, അങ്ങനെ ഓരോന്ന് പോയിന്റ് ചെയ്യണ്ട. നിങ്ങൾ ptr ഓഫ് i a ഓഫ് iലേക്ക് പോയിന്റ് ചെയ്ത് സ്റ്റാർ ptr കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ഇറ്റ് വിൽ ബി പ്രിന്റിംഗ്. സോ ദിസ് ഇസ് ആ കൺസെപ്റ്റ് ഓഫ് അറേ ഓഫ് പോയിന്റർ. അപ്പം നിങ്ങൾ പോയിന്റർ ടു അറേയും അറേ ഓഫ് പോയിന്റർ തമ്മിലുള്ള വ്യത്യാസം പ്രെഡിക്റ്റ് ചെയ്യുന്നു വരുന്നു. അപ്പം നിങ്ങൾ അറേയിൽ ഒത്തിരി പ്രോഗ്രാംസ് പഠിച്ചിട്ടില്ലേ? സം ഓഫ് അറേ, ബിഗസ്റ്റ് ഓഫ് അറേ, സം ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ, പിന്നെ ബിഗസ്റ്റ് ബിറ്റ്വീൻ 2 അറേ, ഓക്കെ, പിന്നെ ട്രാൻസ്ഫേഴ്സ് ഓഫ് 2D മെട്രിക്സ്. ഇതെല്ലാം നിങ്ങൾക്ക് പോയിന്റർ ടു അറേ വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അറേ ഓഫ് പോയിന്റർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. ബാക്കി പ്രോഗ്രാംസ് ഇഷ്ടം പോലെ, ഇതേപോലെ C പ്രോഗ്രാമിന് ഇഷ്ടം പോലെ സൈറ്റുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിനകത്തേക്ക് കയറി നോക്കി. ഞാനൊരു പോയിന്റർ ചിലപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ കാണും, എങ്കിലും ഞാനൊരു ബിഗിനറിന് ഇതുവരെ മനസ്സിലാകാത്ത ടഫായിട്ടുള്ളവർക്ക് പോയിന്റർ ക്ലിയർ ആവാനായിട്ടാണ് പറഞ്ഞത്. ഐ തിങ്ക് 95% ഓഫ് ദ ടോപ്പിക് വി ഹാവ് കവേർഡ്, 90% of covered we of module 5. Okay sir. Sir, there are some questions. Yes. Can we sir, can pointers be used in scanf function? It's a question related to the previous session, I mean previous 20 minutes session. First topic. Okay, yeah. Yes sir. Yes sir. സ്കാനഫ് ആക്ച്വലി ഫോർ സ്കാനഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡാറ്റ സ്ട്രീം ചെയ്ത് പുറത്തേക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു പോയിന്ററിന്റെ ഹെൽപ്പോടുകൂടി തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം printf എന്ന് പറയുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് പ്രിന്റ്. അപ്പൊ അതേപോലെ തന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ട്രൈ അത് പോയിന്റർ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പോയിന്റർ പ്ലസ് പ്ലസ് ആൻഡ് പോയിന്റർ പ്ലസ് 1 ആർ ദേ ഈക്വൽ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സർ. അതെ, രണ്ടും ഈക്വൽ ആണ്. പക്ഷെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഫോർ ലൂപ്പിനകത്ത് i++ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 കൂട്ടാനാണ്. പക്ഷെ പോയിന്റർ പ്ലസ് പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പോയിന്റർ ഇപ്പോൾ അഡ്രസ് കണ്ടെയ്ൻ ചെയ്യുന്നത് 3002 ആണ്. പോയിന്റർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 3003 എന്നല്ല, അടുത്ത ലൊക്കേഷൻ. ഇപ്പൊ ഇന്റിജർ സൈസ് 2 ബൈറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ 3002 നിന്ന് 3004ലേക്ക് പോകും. പോയിന്റർ സൈസ് സർ കോൾ സർ കേൾക്കുന്നില്ല തോന്നുന്നു. ഹലോ സർ, അതായത് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യും. സൗണ്ട് പോയിന്റർ മൈനസ് നമുക്ക് പുറയിലേക്കും ഇപ്പം ക്ലിയർ ആണോ സാർ? ഇപ്പൊ ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ, ഒരു കോള് വന്നു സാർ, അതാണ്. ഓക്കെ, ഇപ്പം ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ഓൺ ചെയ്യാം. ഇപ്പം ഇപ്പൊ എനിക്ക് സ്ക്രീൻ നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ടൈപ്പ് വൺ തിങ്.
ഓക്കെ, ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അതായത് സ്റ്റാർ PTR1 പ്ലസ് വെദർ ഇറ്റ് ഈസ് വാലിഡ്, സ്റ്റാർ PTR1 പ്ലസ് സ്റ്റാർ PTR2 വെദർ ഇറ്റ് ഈസ് വാലിഡ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇത് വാലിഡ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ PTR പ്ലസ് 1ഉം സ്റ്റാർ PTR പ്ലസ് 2 എന്ന് പറയുന്നതും സ്റ്റാർ PTR പ്ലസ് 1 ഇൻറ്റു സ്റ്റാർ PTR പ്ലസ് 2 എന്ന് പറയുന്നത് വാലിഡ് അല്ല. കാരണം നമുക്കിപ്പോ 2 മെമ്മറി ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് ചെന്ന് എന്ത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം 2 വെർച്വൽ അങ്ങനെ ഒരു ഇപ്പം 3002ഉം മറ്റൊരു PTR2 എന്ന് പറയുന്നത് 3006ഉം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വേറെ 4008ലേക്ക് എത്തും എന്നുള്ള പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സ്റ്റാർ PTR1 മൈനസ് സ്റ്റാർ PTR2 ഇസ് വാലിഡ്. അതായത് നമുക്ക് കുറച്ചതിലേക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് സ്റ്റാർ PTR പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് ലൊക്കേഷൻ. Sir, next question is there any change while using more star in pointers? അങ്ങനെയാണ് ക്ലിയർ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ചോദിച്ചത്. അതെ സാർ, അത് നമുക്ക് ബ്രാക്കറ്റിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രിന്റ് ഓഫ് ഇഫ് യു ആർ സീയിങ് മൈ സ്ക്രീൻ വി ക്യാൻ ഗിവ് %d, വി ക്യാൻ ഗിവ് സ്റ്റാർ PTR as well, അല്ലെ? സ്റ്റാർ PTR2 കൊടുക്കാം. ദ സെയിം തിങ് വി ക്യാൻ ഗിവ് എ ബ്രാക്കറ്റ് ലൈക്ക് ദിസ്, അതായത് സ്റ്റാർ PTR2-നകത്ത് സ്റ്റാർ PTR. ഇപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അതേപോലെ നമുക്ക് സ്റ്റാർ അഗൈൻ വി ആർ ഗിവിംഗ് വി ക്യാൻ യൂസ്, നമുക്ക് അതിനകത്തേക്ക് സ്വിച്ച് ചെയ്ത് പോകുമ്പോൾ ഗേറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം കാണുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ. Sir, can we use pointer 1 plus instead of pointer plus plus? Yes, sir. Same question we have discussed. Okay, sir. Then actually, I think time constraints are there. Time limit is over, I think. There are some other questions which will be mailed to you, and our document PM will contact for further details, sir. And it will be uploaded along with the video. Students, please note that this session will be recorded, and it will be uploaded in our official YouTube channel, and you can watch it there. Also, while logging out, you can see that there's a feedback form. Please enter your feedback there. Sir, thank you, sir. Thank you very much for a wonderful session. Sir, in between, with your permission, I like to know some feedback from students. I will get the feedback from you. Okay, through the forms. Actually, they have given okay. They have given in the chat box. I will be more happy and confident so that I can leave. If you're okay with sir, they are asking for the channel name also, sir. So they are very much happy with the session, I think. Okay. Really good class, sir. Already we are getting. Yeah, Reshma. Thank you, sir. Okay, sir. Then we can wind up. Okay. Sir, thank you for a wonderful session, sir. Actually, C programming is one of the fundamental paper we are having for all branches of engineering. Here in this particular session, I think, sir, portions were covered in pointers, array of pointers, and pointer to array, null pointer, etc. Sir, am I correct, sir? Yes, sir. Correct. So actually, it was a wonderful session, and the details were very much conveyed to the students, and they are happy with it. And thank you, sir. Thank you very much for the session. Yes. Thank you. Once again, students, please give your feedback while logging out. Thank you. Thank you all for attending the session. Thank you. Bye. Thank you.